Hello, good morning. Good morning, ma'am. Good morning, Miss. Good morning, Good Miss. morning. Good morning. Okay, start ചെയ്താലോ? Morning. Yes, നമുക്ക് തുടങ്ങാം. ഇന്നലെയൊക്കെ എടുത്തതൊക്കെ വായിച്ചു നോക്കിയോ? ലാസ ഗ്രബ്സ് വരെയാണ് നമ്മൾ പഠിച്ചത്. That means look like, sound alike, അല്ലെ? ഒരുപോലെ തോന്നുന്ന, ചിലപ്പോ പാക്കേജിങ്ങിലായിരിക്കാം, ചിലപ്പോ അതിന്റെ സൗണ്ട് ഓഫ് ദെയർ നെയിംസ്, അല്ലെ? പേരുകള് നമ്മളിങ്ങനെ പുറകെ പറയുമ്പോ അത് ഒരേപോലെ തോന്നുക. ഇറ്റ് സൗണ്ട്സ് ലൈക്ക് സെയിം, അല്ലെ? ഒരേപോലെ സൗണ്ട് ചെയ്യുന്ന ഇതായിരിക്കാം. ചിലപ്പോൾ സിമിലർ സ്പെല്ലിംഗ് ആയിരിക്കാം. whatever it may be, ഇങ്ങനെയുള്ള ഡ്രഗ്സിനെയാണ് നമ്മൾ LASA drugs, look like a sound alike എന്ന് പറയുക. അതിനൊരു എക്സാമ്പിൾ ഒക്കെ അവര് പറഞ്ഞിരുന്നു. അവിടെ വരെ നമ്മൾ എടുത്തത്. And these type of medicines should also be stored in separate racks. അത് ഇങ്ങനെ സാധാരണ ഇത്തരം ഡ്രഗ്സ് ആണെങ്കിൽ കൂടി ഇതും നമ്മൾ സെപ്പറേറ്റ് റാക്സിലായിരിക്കണം സ്റ്റോർ ചെയ്യേണ്ടത്. ഫാർമസിയിൽ ഇങ്ങനെ രണ്ട് ഗ്രൂപ്പായിട്ട്, ലൈക്ക് ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2 എന്നൊക്കെ പറഞ്ഞിട്ട്, മെഡിക്കേഷൻ ഗ്രൂപ്പ് 1-ല് കുറച്ച് എന്താ പറയുക ഒരു റാക്കില്, ഗ്രൂപ്പ് 2 ഇൻ അനദർ റാക്ക് മറ്റ് റാക്കില്. അതായത് പലതരത്തിലുള്ള മെഡിക്കേഷൻ എറേഴ്സ് ഒക്കെ സംഭവിക്കാൻ സാധ്യതകളുണ്ട്. ടു അവോയ്ഡ് ദാറ്റ്, അത്തരം എറേഴ്സ് ഒക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലാസ ഡ്രഗ്സും രണ്ട് ഗ്രൂപ്പുകളായിട്ട് സെപ്പറേറ്റ് നമ്മളുടെ റാക്സിൽ എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. അത് പറയുന്നുണ്ട് വാർഡ്സില്, എമർജൻസി ഓപ്പറേഷൻ തിയേറ്റർ, ഇവിടെയൊക്കെ ലാസയുടെ ഡ്രഗ്സ് ഒക്കെ ഷുഡ് ബി സ്റ്റോർഡ് ഇൻ സെപ്പറേറ്റ് ഡ്രഗ് ബിൻസ് ഓർ പ്ലാസ്റ്റിക് ബോക്സസ്. സെപ്പറേറ്റ് ഡ്രഗ് ബിന്നുകൾ, ഡ്രഗ് ഇട്ട് വയ്ക്കുന്ന പത്രം, അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ ബിറ്റ്സിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോക്സസിലൊക്കെ ആയിരിക്കണം. വാർഡിലായിക്കോട്ടെ, എമർജൻസി റൂമിലായിക്കോട്ടെ, അതുപോലെ ഓപ്പറേഷൻ തിയേറ്റേഴ്സിലായിക്കോട്ടെ, ഇവിടെയൊക്കെ ഇത്തരം മെഡിക്കേഷൻസ് ഷുഡ് ബി സ്റ്റോർഡ് സെപ്പറേറ്റ്ലി. ഇതെല്ലാം സെപ്പറേറ്റ് സ്റ്റോർ ചെയ്യണം. ക്ലിയർ ആയോ? മനസ്സിലായോ? ആ സെക്കൻഡ് പാരഗ്രാഫ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കാം കേട്ടോ. രണ്ട് റാക്സിലാണ് ഫാർമസിയില് നമ്മളുടെ LASA ഡ്രഗ്സ് സ്റ്റോർ ചെയ്യുന്നത്. ലൈക്ക് ഗ്രൂപ്പ് 1 ഇൻ വൺ റാക്സ് ആൻഡ് ഗ്രൂപ്പ് 2 ഇൻ അതർ റാക്ക്. മനസ്സിലായോ? അതിന് അവര് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. രണ്ടും ഒന്ന് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തേക്കാം. ചെയ്തോ? തീരും നമ്മുടെ ചാപ്റ്റർ. ഏകദേശം ലാസ്റ്റ് പാർട്ട്. ആരുടെയെങ്കിലും 5th മോഡ്യൂളിലെ ചാപ്റ്റേഴ്സ് തീർന്നോ ടീച്ചർമാരുടെ? തീർന്ന് അതല്ലോ, അത് അതിനല്ലല്ലേ, വേറെ കാര്യത്തിലായിരിക്കും. തീർന്നോ? ഏതെങ്കിലും ടീച്ചേഴ്സിന്റെ 5th മോഡ്യൂളിലെ ചാപ്റ്റേഴ്സ് തീർന്നോ? എടുത്തോണ്ടിരിക്കുന്ന ചാപ്റ്റേഴ്സ് തീർന്നോന്ന് അറിയില്ല. ഇല്ലേ? തീർന്നു. ഏത് ചാപ്റ്റർ തീർന്നു? 5th മോഡ്യൂളിലെ എത്ര ചാപ്റ്റർ ടീച്ചേഴ്സിന്റെ തീർന്നിട്ടുണ്ട്?
ഓരോന്നൊക്കെ തീർന്നുണ്ടാവും അല്ലെ? ചില ടീച്ചേഴ്സിന് 2 ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാവും. ഐ തിങ്ക് 1, 2 ഒക്കെ തീർന്നിട്ടുണ്ട് മിസ്സേ. ഏതൊക്കെയാ? 1, 2 ഒക്കെ വെച്ച് തീർന്നിട്ടുണ്ട്. 1, 2 മിസ്സിന്റെ 1, 3 തീർന്നു. സോറി മിസ്സിന്റെ 1 തീർന്നു, 2 തീർന്നു. ചെറിയ ചാപ്റ്റേഴ്സ് ഐ തിങ്ക് അല്ലെ? അതൊക്കെ ചെറിയ ചാപ്റ്റർ ആയിരുന്നു, അതുകൊണ്ടാണ് ചെറിയ ചാപ്റ്റേഴ്സ് ആയിരുന്നു, അതുകൊണ്ട് തീർന്നുണ്ട്. ഓക്കെ, നമ്മളുടെ ഇപ്പൊ തീരും. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ദ പ്രൊഫഷണൽസ് ഹു ആർ ഇൻവോൾവ് ഇൻ ദ മെഡിസിൻ മാനുഫാക്ചറിങ്. ഇനി നമുക്ക് എന്താ പറയാ, ഈ മെഡിസിൻ മാനുഫാക്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ചില ഉദ്യോഗസ്ഥര്, ഫാർമസിയിലെ ഉദ്യോഗസ്ഥരാണ്. ഒന്ന് കെമിസ്റ്റും പിന്നെ ഒന്ന് ക്വാളിറ്റി മാനേജറും. അതായത് കെമിസ്ട്രികൾ ദേ ഹാവ് ടു മാനുഫാക്ചർ ചെയ്യുന്ന മെഡിസിൻസ്, അതിന്റെ ക്വാളിറ്റി പരിശോധിക്കുന്നത് ക്വാളിറ്റി മാനേജർ. ഈ 2 പ്രൊഫഷണൽസ് ആണ് ഇൻവോൾവ് ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് മെഡിസിൻ. അങ്ങനെ തന്നെ നമുക്ക് പഠിക്കാനുള്ള 2 കാര്യം നമ്മൾ ഓർത്തിരിക്കുക. മെഡിസിൻ മാനുഫാക്ചർ ചെയ്യുന്നതിൽ ഇൻവോൾവ്ഡ് ആയിരിക്കുന്ന പ്രൊഫഷണൽസിന്റെ പേരുകളാണ് ആരൊക്കെയാണ്? കെമിസ്റ്റും അതുപോലെ തന്നെ ക്വാളിറ്റി മാനേജറും. ഓക്കെ, ഇനി നമ്മളുടെ ഡ്രഗ്സ് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് ബാച്ച് നമ്പർ. ഡ്രഗ്സ് ഉൽപ്പാദിപ്പിക്കുമ്പോ അത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഈച്ച് ആൻഡ് എവറി ലോട്ട് ഓഫ് ഡ്രഗ്സ് വിച്ച് ആർ മാനുഫാക്ചർഡ് ഷുഡ് ബി ഗിവൺ ഇറ്റ്സ് ബാച്ച് നമ്പർ. തീർച്ചയായിട്ടും ബാച്ച് നമ്പർ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഒരു എന്താ പറയാ, ഈ ഒരു പർട്ടിക്കുലർ എന്താ പറയാ ഒരു പ്രൊഡക്ഷൻ, എന്തെങ്കിലും കുറെ റോ മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് കുറെ അതും ഇതൊക്കെ മരുന്നുകളൊക്കെ മിക്സ് ചെയ്തിട്ടൊക്കെ പുതിയ പുതിയ മെഡിസിൻസ് ഉണ്ടാക്കുന്നു. ഈ മെഡിസിൻസ് ഉണ്ടാക്കുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എത്ര ക്വാണ്ടിറ്റി, എത്ര എണ്ണം, അതിനൊരു ബാച്ച്, അത് ഒറ്റയ്ക്ക് ഒരു ബാച്ചാണ്. ഇപ്പൊ ഈ ഒരു കഴിഞ്ഞ ഒരു മാസം കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു, അത് ഒറ്റ പ്രൊഡക്ഷൻ ആയിട്ട് ഇറക്കിയിരിക്കുന്നു. ആ ഒരു ബാച്ച് ആയിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. നമ്മളിപ്പോ പഠിക്കുമ്പോ ഇങ്ങനെ ഒരു ബാച്ച് ഇല്ലേ, അതായത് നിങ്ങളിപ്പോ നമ്മളുടെ HAPGയുടെ 5th ബാച്ചാണ്, 5ാമത്തെ ബാച്ചാണ്. അതെങ്ങനെയാ കൺസിഡർ ചെയ്യുന്നത്? അതായത് ഓരോ ബാച്ചസ് കഴിഞ്ഞിട്ട് അടുത്ത പുതിയ പുതിയ ബാച്ചുകളെ, അപ്പൊ ഇത്ര പേര് വെച്ചിട്ട് ഒരു യൂണിറ്റ്, ഒരു പോപ്പുലേഷൻ, ഒരു ബാച്ച്. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഡ്യൂറേഷൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ആ ഒരു ആളുകളെ അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ നമ്മൾ വെച്ചിട്ട് ഒരു ബാച്ച് ഉണ്ടാക്കി അടുത്ത ബാക്കിയുള്ള ഡിപ്ലോമക്കാർ കഴിഞ്ഞു വരുമ്പോ കുറച്ച് 1, 2 ബാച്ച് ഒക്കെ കഴിഞ്ഞു വന്നിട്ട് അടുത്ത നമ്മളുടെ ഒരു ബാച്ച് ഉണ്ട് അല്ലെ? ഒരു ബാച്ച് ആയിട്ടാണ് നമുക്ക് അങ്ങനെ ഒരു നമ്പർ ഉണ്ട്. അതുപോലെ തന്നെയാണ് എന്ത് കാര്യമാണെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതൊരു ബാച്ച് നമ്പർ ഉണ്ട്. ബാച്ച് നമ്പർ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്, മാൻഡേറ്ററി ആണ്. അത് എല്ലാത്തിനും അങ്ങനെ കൊടുക്കണം എന്നുള്ളത്. ഒരു ബാച്ചില് പ്രൊഡ്യൂസിങ്, ഒറ്റ ബാച്ചിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏകദേശം എന്താ പറയാ 20 lakh ടാബ്ലറ്റ്സും ക്യാപ്സ്യൂൾസും ആണ്. ഡ്രഗ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏകദേശം 20 ലക്ഷം ടാബ്ലറ്റുകളും ക്യാപ്സ്യൂൾസും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത് ഒരു ബാച്ചിൽ കണ്ടെയ്ൻ ചെയ്യുന്നത്. ഒറ്റ ബാച്ചിൽ തന്നെ അത്രയും പ്രൊഡ്യൂസ് ചെയ്യും, ഒറ്റ ബാച്ചിൽ പ്രൊഡ്യൂസ് ചെയ്യും. നമ്മളിപ്പോ ഒരു ക്ലാസ്സിൽ HAയുടെ ഡിപ്ലോമ ക്ലാസ്സിൽ 300 കുട്ടികൾ HA20 ഉണ്ടെങ്കിൽ അടുത്തതിൽ HA21 അടുത്ത 300, അതൊക്കെ ഓരോ ബാച്ചുകളാണ്. അപ്പൊ ആ 300 എണ്ണം എന്ന് പറയുന്ന ഒരു നമ്പർ ഓഫ് യൂണിറ്റ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതൊരു ബാച്ചായിട്ട് കൺസിഡർ ചെയ്യും. ഇത്രയും കുട്ടികൾ, അതിൽ കൂടുതൽ വന്നു കഴിയുമ്പോൾ അടുത്ത ബാച്ചായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യും. മനസ്സിലായി? അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അല്ലെ? അതുപോലെ തന്നെയാണ് ഇവിടെയും. അപ്പൊ ഓരോ മെഡിസിൻസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അതിനോരോ ബാച്ചസ് ഉണ്ട്. ഒരു ബാച്ചിൽ ഏകദേശം about 20 lakhs capsules ആൻഡ് എന്താ പറയുക നമ്മളുടെ ടാബ്ലറ്റ്സുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ബാച്ച് നമ്പർ ഷുഡ് ബി മെൻഷൻഡ്. ആ മാനുഫാക്ചറിങ് കെമിസ്റ്റ് ആരാണത് മാനുഫാക്ചർ ചെയ്യുന്നത് അവര് അതിന്റെ ബാച്ച് നമ്പർ കൃത്യമായിട്ട് അത് മെൻഷൻ ചെയ്യണം. സാമ്പിളില്, അതായത് സാമ്പിൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്ത ഒരു എന്താ പറയാ മെഡിസിൻ, ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെഡിസിൻസിന്റെ ക്വാളിറ്റി ഹാവ് ടു ബി ചെക്ക്ഡ് അല്ലെ? അതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നോക്കണ്ടേ? അപ്പൊ അത് ചെക്ക് ചെയ്യുന്നത് ക്വാളിറ്റി മാനേജറാണ്. അപ്പൊ ക്വാളിറ്റി കൺട്രോളിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യുന്ന സാമ്പിളിനകത്ത് ആ ബാച്ച് നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ടാവണം തീർച്ചയായിട്ടും. മനസ്സിലായോ? അല്ലെങ്കിൽ ഇത് ഏത് ബാച്ചിലെ പ്രൊഡക്ഷൻ ആണെന്ന് മനസ്സിലാവൂല. അടുത്ത ബാച്ചിലാണോ ഉന്നത ബാച്ചിലാണോ, അങ്ങനെ കറക്റ്റ് ആയിട്ട് ഓരോ ബാച്ചിലും അത് നമ്പർ ഇട്ട് തന്നെ പോകണം. അത് നമ്മുടെ ക്വാളിറ്റി മാനേജർക്ക് ക്വാളിറ്റി കൺട്രോൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുമ്പോൾ അതിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം ബാച്ച് നമ്പർ. ഇമ്പോർട്ടന്റ് തന്നെയാണ് കേട്ടോ. ഇനി ആഫ്റ്റർ ദ മാനുഫാക്ചറിങ് ദ ക്വാളിറ്റി മാനേജർ കൺഫേംസ്, ഇത് നോക്കിയിട്ട് ബാച്ച് നമ്പർ ഒക്കെ നോക്കി ടെസ്റ്റ് ചെയ്യുന്നു. ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ടും അതിന്റെ സർട്ടിഫിക്കറ്റ് കറക്റ്റ് ആണ്, ക്വാളിഫൈഡ് ആണ്, സർട്ടിഫൈഡ് ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നത് ആ ബാച്ചിന്റെ അടിസ്ഥാനത്തിലാണ്. ക്ലിയർ ആയോ? സോ മാത്രമല്ല ബാച്ച് നമ്പർ ഷുഡ് ബി ഡെപിക്റ്റഡ് ഓൺ ദ ലേബൽ ഓഫ് ദ പാക്കേജിംഗ്. പാക്കേജിംഗിന്റെ
പുറത്ത് പാക്കിങ്ങിന്റെ പുറത്ത് കൃത്യമായിട്ട് ആ ബാച്ച് നമ്പർ അവര് എന്ത് ചെയ്യണം, റെപ്രസെന്റ് ചെയ്യണം, മെൻഷൻ ചെയ്യണം. പാക്കിംഗ് ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബോക്സോ അങ്ങനെയുള്ള കാര്യങ്ങളോ, അതുപോലെ റിപ്പോർട്ട് എല്ലാവർക്കും കൃത്യമായിട്ട് ബാച്ച് നമ്പർ ഇന്ന ഡേറ്റില് ഇന്ന ബാച്ചിലുള്ള മെഡിസിൻസ് ഇന്ന ടാബ്ലറ്റ്സ് ആർ സർട്ടിഫൈഡ് ഫ്രം ദ ക്വാളിറ്റി മാനേജർ എന്നുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ടിൽ എഴുതുമ്പോൾ അതിന്റെ ബാച്ച് നമ്പർ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. ഒരു എക്സാമ്പിൾ ഓഫ് ബാച്ച് നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്, GL 027/19. 2019 ഉൽപ്പാദിപ്പിച്ച ഒരു ബാച്ച് നമ്പറിൽ വന്നിരിക്കുന്ന മെഡിസിൻസിന്റെ ആയിരിക്കാം. അതുകൊണ്ടാണ് ബൈ ബാർ ഇട്ടിട്ട് 19 കൊടുത്തേക്കുന്നത്. ഇയർ ആയിരിക്കും ചിലപ്പോൾ മിക്കവാറും ആ സ്ലാഷ് ഇട്ടിട്ട് വരുന്ന ഭാഗം. അപ്പോ ഇതാണ് ഒരു ബാച്ച് നമ്പറിൽ ഒരു എങ്ങനെയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളത് കൂടി എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള മെഡിസിൻസിന്റെ ഒക്കെ പാക്കേജിൽ നമ്മൾ പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ബാച്ച് നമ്പർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ക്ലിയർ ആയോ? ബാച്ച് നമ്പറും എല്ലാം വെച്ചിട്ടാണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതും ക്വാളിറ്റി മാനേജർ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യുന്നതും സാമ്പിൾസ് ഒക്കെ പരിശോധിക്കുന്നതൊക്കെ ഈ ബാച്ച് നമ്പറിന്റെ ബേസിസിൽ തന്നെയായിരിക്കും. ക്ലിയർ? മനസ്സിലായോ? ഹലോ, എന്ത് ചെയ്യുന്ന ആരുമില്ലേ? ആരും തമ്പിടുന്നില്ലല്ലോ. നിങ്ങളോട് ചോദിക്കുന്നത് മനസ്സിലായോ എന്ന് ചോദിക്കുന്നത് നിങ്ങളുടെ റിയാക്ഷൻസും നിങ്ങൾ അവിടെ ലൈവായിട്ട് ഉണ്ടെന്ന് അറിയാനെങ്കിൽ വേണ്ടിയിട്ടാ കേട്ടോ. അതുകൂടിയാണ് ഒന്ന് റെസ്പോണ്ട് ചെയ്യുക. അറിയാൻ മനസ്സിലായെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. യെസ്, അപ്പോ അന്ന് അണ്ടർലൈൻ ചെയ്യേണ്ടതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ട്, ഇഷ്ടം പോലെ നമുക്ക് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഐ തിങ്ക് ഏകദേശം മിക്കവാറും എല്ലാം തന്നെ അതിനകത്ത് അണ്ടർലൈൻ ചെയ്യേണ്ടതാണ് ബാച്ച് നമ്പറിനെ കുറിച്ച് കൊടുത്തിരിക്കുന്നത്. എക്സാമ്പിള് വേണമെന്നില്ല, എക്സാമ്പിളിന് മുമ്പുള്ള ഭാഗം ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കും. ഒന്ന് വായിച്ചു നോക്കിയേ, വേഗം വേഗം വായിച്ചു നോക്കിയോ. ഓക്കെ അല്ലേ? വായിച്ചപ്പോ സിമ്പിളാണ്, സിമ്പിൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ പാക്കിംഗ്. ഇനി പാക്കിങ്ങിനെ സംബന്ധിക്കുന്ന കാര്യമാണ്. നമുക്കറിയാം നമ്മള് മിക്കവാറും എല്ലാവരും എപ്പോഴും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എന്തെങ്കിലും ഒരു മെഡിസിൻ ഒക്കെ കഴിക്കാത്ത ആൾക്കാരില്ല. ഇന്നത്തെ കാലത്ത് നമ്മുടെ കൂടപ്പറപ്പാണ് എന്ത് ഈ എന്തെങ്കിലുമൊക്കെ മരുന്ന്, എന്തെങ്കിലും തലവേദന ആയിരിക്കാം, അല്ലെങ്കിൽ വല്ല കൂടുതൽ കൂടി പോകുന്ന പനി കയറി പിടിച്ചതായിരിക്കാം, അല്ലെങ്കിൽ വല്ല തുമ്മല് അല്ലെ ജലദോഷം, അല്ലെങ്കിൽ അവിടെ വേദന ഇവിടെ വേദന, എന്തെങ്കിലും ടൈപ്പ് ഓഫ് മരുന്ന് ആഴ്ചയിൽ ഒരിക്കലെങ്കിലൊക്കെ ഉപയോഗിക്കാതിരുന്നാൽ നല്ല കാര്യം. കാരണം അപ്പൊ നമ്മള് ഹെൽത്തിയാണ്. അല്ലെങ്കിൽ എന്താ പറയാ, ഇന്ന് നമ്മളുടെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ്, നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങള്, നമ്മളുടെ ജീവിക്കുന്ന എന്താ പറയാ ഓരോ രീതികള്, ലൈഫ് സ്റ്റൈൽ എന്ന് പറയാം അല്ലെ, ജീവിത രീതികള്, എവറിത്തിങ് നമ്മളെ ഓരോ ദിവസവും രോഗികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് പലതരത്തിലുള്ള മെഡിസിൻസ് നമ്മുടെ കയ്യിൽ കൂടി ഇങ്ങനെ കടന്നു വന്നൊക്കെ പോകുന്നുണ്ട്. ചിലപ്പോൾ ചില പാമ്പ് പരത്തുന്നതായിരിക്കാം, കണ്ണിൽ ഒഴിക്കുന്ന മരുന്നായിരിക്കാം, ഓയിന്റ്മെന്റുകൾ പരത്തുന്നതായിരിക്കാം അല്ലെ, അകത്തേക്ക് കഴിക്കുന്ന മരുന്നായിരിക്കാം, ചില പൗഡർ രൂപത്തിലുള്ളതായിരിക്കാം, വട്ടവർ എന്തൊക്കെയാണെങ്കിലും. പക്ഷെ നമുക്കറിയാം എവറി മെഡിസിൻസ് ഓർ ഡ്രഗ്സ് ആർ നോട്ട് പാക്ഡ് സിമിലർലി. എല്ലാവർക്കും ഒരുപോലെയല്ല പാക്കിങ് വരുന്നത് അല്ലെ. നമ്മൾ പാക്കിങ്ങുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ? ചില മെഡിസിൻസ് ഒക്കെ വരുന്ന പാക്കിങ് കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയാ ഭയങ്കര അട്രാക്ഷൻ ആണ്. ഇപ്പൊ ഭയങ്കര അട്രാക്റ്റീവ് ആകുന്ന രീതിയിലൊക്കെയാണ്. ഇപ്പൊ ഈ എന്താ പറയാ, ഫോർ എക്സാമ്പിൾ ഈ അടുത്ത ദിവസങ്ങളിൽ കുറച്ച് മാസങ്ങൾ മുമ്പ് എനിക്ക് ചുമയ്ക്ക് ഉണ്ടായിരുന്നു. ചുമയ്ക്ക് വേണ്ടിയിട്ട് മരുന്ന് പോയപ്പോ നമുക്ക് തന്നത് സാധാരണ നമ്മൾ ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട്, നമുക്ക് സിറപ്പുകൾ തരും. ഇപ്പൊ കണ്ടത് മറ്റേ നമ്മളുടെ ഈ എന്താ പറയാ സോസ്, അതുപോലെ തന്നെ ചില ചെറിയ ചെറിയ മറ്റേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ വരുന്ന ചെറിയ സാഷെ പോലത്തെ മുകളിൽ ഇങ്ങനെ ഒരു ചെറിയ അടുപ്പ് ഇങ്ങനെ ഉള്ളത്, അതിന്റെ ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഒരു സാധനം, അങ്ങനത്തെ കവറില്ലേ, അങ്ങനത്തെ ഇല്ലേ ഈ സോസ് ഒക്കെ ചെറിയ സാഷെ പാക്ക് പോലെ വന്നിട്ട് മുകളിൽ കൂടി നമുക്ക് ഇങ്ങനെ പിരിച്ചു തുറക്കാൻ പറ്റുന്ന ഒരു അടപ്പുള്ളത് ഇല്ലേ. പണ്ട് ഫെയർ ആൻഡ് ലവ്ലി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, ഫേസ് ക്രീം. ഇപ്പൊ അതൊന്നും കാണുന്നില്ല അധികം. ആ സാധനത്തിന് ഇതുപോലത്തെ ഒരു അടപ്പ്, അതുപോലെ തിരിക്കുന്ന ഒരു അങ്ങനത്തെ ഒരു ഇതിലാണ് എന്ത് ചെയ്തത്, ഒരു മറ്റേ കഫ് സിറപ്പ് നമുക്ക് തന്നത്. അതായത് ഒരു ഒറ്റ ടൈം കഴിക്കാനുള്ള ഒരു പാക്കിംഗ് ആണ് ഉണ്ടായിരുന്നത്. ഒരു പ്രാവശ്യം നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അത് കഴിച്ചു കഴിഞ്ഞാൽ can be
ഡിസ്പോസ് അത് എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്പോസ് ചെയ്യാം, അങ്ങനത്തെ പാക്കിംഗ്. അപ്പൊ ഒരുപാട് വെറൈറ്റീസ് ഓഫ് പാക്കിങ്ങും ഇന്ന് വരുന്നുണ്ട്. നമ്മുടെ ടാബ്ലറ്റുകളും മരുന്നുകളും മറ്റു കാര്യങ്ങളും ഒക്കെ അത് അകത്തേക്ക് കഴിക്കുന്നതോ ഇഞ്ചക്ഷൻ രൂപത്തിലോ അല്ലെ എന്ത് സസ്പെൻഷൻസും സിറപ്സും ഓയിന്റ്മെന്റും ഐഡ്രോപ്പ് എല്ലാം ഷുഡ് ബി പാക്ഡ് ഡിഫറെന്റ്. എല്ലാം ഡിഫറെന്റ് ആയിട്ടാണ് പാക്ക് ചെയ്യുന്നത്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ബിക്കോസ് നമ്മൾ ഇതൊക്കെ എല്ലാ ദിവസവും ഡെയിലിയോ വീക്കിലിയോ അല്ലെങ്കിൽ എല്ലാ മന്ത്ലി എങ്കിലും നമുക്ക് ഇതുപോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. അതിങ്ങനെ ഓരോന്നും ഇങ്ങനെ പാക്ക് ചെയ്യണമെന്നൊക്കെയാണ് എനിക്കുള്ള കാര്യം പറഞ്ഞേക്കണേ. ടാബ്ലറ്റ്സ് നോർമലി പാക്ഡ് ഇൻ സ്ട്രിപ്പ് ആയിട്ടേ 10 എണ്ണത്തിന്റെ 20 എണ്ണത്തിന്റെ ഒക്കെ 10 എണ്ണമാണ്. അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ നമുക്ക് മുമ്പിൽ വെച്ചിട്ട് ഇപ്പൊ 10 എണ്ണം കഴിക്കാനുണ്ടെങ്കിൽ 10 എണ്ണം കൂടെ വേണ്ടി തരും അല്ലെ. ഡോളൊക്കെ നമ്മൾ കടയിൽ മെഡിക്കൽ ഷോപ്സിലും ഒക്കെ ഇടയ്ക്ക് പോയി വാങ്ങിക്കും. വല്ല തലവേദനയോ പനിയൊക്കെ വരുമ്പോ ആദ്യം കുറച്ച് ദിവസമൊക്കെ നമ്മൾ ഞങ്ങള് മാറോന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഞങ്ങളുടെ സ്വയം ഡോക്ടേഴ്സായി അതെടുത്ത് കഴിക്കും അല്ലെ. അപ്പൊ എപ്പോഴും സ്റ്റോക്ക് ചെയ്യും ഇങ്ങനെ ചില മരുന്നുകൾ. അപ്പൊ അത് എടുത്ത് നമ്മൾ 10 എണ്ണം ചോദിക്കുമ്പോൾ ആ സ്ട്രിപ്പില് 10 എണ്ണം ഇതൊക്കെ ഇങ്ങനെ അനുസരിച്ചിട്ട് അവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുത്ത് തരും അല്ലെ. അപ്പൊ അതൊക്കെ തന്നെയാണ്. പിന്നെ അലൂമിനിയം സ്ട്രിപ്പില് അതുപോലെ തന്നെ അലുമിനിയം സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ അടിയിൽ ഇങ്ങനെ കവർ ചെയ്തിരിക്കുന്ന അലുമിനിയം സ്ട്രിപ്പ് ആയിരിക്കും. ചിലതിന്റെ പേപ്പർ ആയിരിക്കും അടിയിൽ ഇങ്ങനെ കവർ ചെയ്തിരിക്കുന്നത്. പിന്നെ എന്താ പറയാ ബ്ലിസ്റ്റർ പാക്കിംഗ് ഒക്കെ ഉണ്ട്, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളത്. ട്രാൻസ്പെറന്റ് എന്ന് പറഞ്ഞാൽ അകത്ത് മെഡിസിൻ എന്താണെന്ന് കാണാൻ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ചിലതിന്റെ കാണാൻ പറ്റില്ല, അതിങ്ങനെ മൊത്തം പേപ്പർ പോലെ കവറിങ് ആയിരിക്കും. അലുമിനിയം ഇത് ബോട്ടം സൈഡിലും ഒക്കെയാണ്. പിന്നെ ക്യാപ്സ്യൂൾസും അതേ ഡിഫറെന്റ് സ്റ്റൈലിലാണ് പാക്ക് ചെയ്യുന്നത്. ചില ക്യാപ്സ്യൂൾസ് ഈ പറഞ്ഞ പോലെ പേപ്പർ സ്ട്രിപ്പ് അടിയിൽ വെച്ചിട്ടുള്ളതുകൊണ്ട് അലുമിനിയം സ്ട്രിപ്പ് അടിയിൽ വെച്ചിട്ടുള്ളതും ഒക്കെ ഉണ്ട് എന്നറിയാം. പിന്നെ ബോട്ടിൽസ് ആണ്. ബോട്ടിൽസ് പാക്കിങ്ങും നമുക്കറിയാം. എന്താ പറയാ ചില ക്യാപ്സ്യൂൾസും ടാബ്ലറ്റുകളും ഒക്കെ ബോട്ടിലിൽ വരുന്നുണ്ട് ഇല്ലേ. കുഞ്ഞു ബോട്ടിലില് നമുക്കറിയാലോ നമ്മുടെ എന്താ പറയാ ഇപ്പൊ തൈറോയിഡിന്റെ ഒക്കെ നമുക്ക് ബോട്ടിലാണ് വരുന്നത്. പ്ലാസ്റ്റിക് ബോട്ടിൽസിലും അതല്ലാതെ തന്നെ മറ്റേ എന്താ പറയുക ഗ്ലാസ് ബോട്ടിൽസിലും ഒക്കെയാണ് അത് വരുന്നത്. തൈറോയിഡിന്റെ ഒക്കെ മരുന്നുകൾ 50-ന്റെ 100-ന്റെ ഒക്കെ വരുന്നത് അങ്ങനെയാണ്. നമുക്ക് എടുത്ത് കഴിക്കാം. ഇപ്പൊ 100 എണ്ണം അങ്ങനെയൊക്കെ ഉള്ള എണ്ണമാണെങ്കിൽ 100 എണ്ണം ഒക്കെ ഒറ്റ ബോട്ടിലായിട്ട് വാങ്ങിക്കുമ്പോഴേക്കും വൈറ്റമിൻ ടാബ്ലറ്റ്സുകളൊക്കെ വരുന്നുണ്ട്. കുട്ടികൾ ചില കുട്ടികൾ പറയും മീൻ ഗുളിക എന്നൊക്കെ പറയും അല്ലെ. അങ്ങനത്തെ ടാബ്ലറ്റ്സ് ഒക്കെ വരുന്നത് ബോട്ടിൽസിലുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ മറ്റേ ഒരുപാട് മരുന്നുകളുടെ പേര് പറയുന്നുണ്ട് അവര്. വൈറ്റമിൻ സി ടാബ്ലറ്റ്സ്, എസ്തലിൻ, റോട്ടോക്യാപ്സ്, എസ്തലിൻ എന്ന് പറയുന്ന മരുന്ന്. ഓക്കെ. പിന്നെ ഇഞ്ചക്ഷൻസും ഗ്ലാസ് ബോട്ടിൽസ് തന്നെയാണ്. എന്താണ് എന്താ പറയാ ഗ്ലാസ് ബോട്ടിൽസ്. അതായത് ഈ കണ്ടിട്ടുണ്ടല്ലോ അതിന്റെ മുകളില് ഇങ്ങനെ ഒരു എന്താ പറയാ കോർക്കല്ല, അതിന്റെ മുകളിൽ ഒരു അലുമിനിയം ഒരു സാധനം അതിങ്ങനെ പൊളിച്ചു കളഞ്ഞിട്ടൊക്കെയാണ് ഉള്ളിലൊരു ഇങ്ങനെ എന്താ പറയാ സൈസ് പ്രസ് ചെയ്ത് അമർത്തി വെക്കാൻ പറ്റുന്ന അടപ്പുള്ള സൈസുള്ള ബോട്ടിൽസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഇഞ്ചക്ഷൻസ് വരുന്നത് ഇങ്ങനെ ഉള്ളിൽ നിന്ന് എടുത്ത് ആ ഇഞ്ചക്ഷൻ സിറിഞ്ചിലേക്ക് ആ സൂചി കൂടി തന്നെ വലിച്ച് കയറ്റി എടുത്തിട്ട് ആണ് ആ ബോട്ടിൽ അങ്ങനെ പാടെ തന്നെ ഡിസ്പോസ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ ഗ്ലാസ് ബോട്ടിൽസ് ഉണ്ട്, പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഉണ്ട്. പിന്നെ പുറമെ ഉപയോഗിക്കാനുള്ള മരുന്നുകളുടെ ഓയിൽ, അതായത് പുറമെ നമുക്ക് പുരട്ടാനും മറ്റുമൊക്കെ ഉള്ളതൊക്കെ അതും ഗ്ലാസ് ബോട്ടിൽസിലും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽസിലൊക്കെ വരുന്നുണ്ട്. ഓയിൻമെന്റ് എക്സ്റ്റേണൽ യൂസിന് വേണ്ടിയിട്ടുള്ള ഓയിൻമെന്റുകളൊക്കെ ചിലപ്പോ കണ്ണിൽ പുരട്ടാനായിരിക്കാം അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലൊക്കെ വെക്കാനുള്ള ഓയിൻമെന്റുകളും ഇതെല്ലാം പാക്ക് ചെയ്ത് വരുന്നത് ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക് അതുപോലെ തന്നെ അലൂമിനിയം ട്യൂബ്സിലാണ്. അലൂമിനിയം കണ്ടിട്ടുണ്ടല്ലോ, അങ്ങനത്തെ ഓയിൻമെന്റുകളുണ്ട്. ചില കണ്ണിലൊക്കെ തേക്കുന്ന മരുന്നുകളുടെ ഒക്കെ ഈ അലൂമിനിയം ആണ്. അപ്പോൾ നമ്മളിങ്ങനെ നമുക്ക് ചുരുട്ടി പാക്ക് ചെയ്ത് തുടങ്ങി ഞെക്കിയെടുത്ത് കഴിഞ്ഞിട്ട് തീരുമ്പോ അതിങ്ങനെ ചുരുട്ടി വെക്കാൻ പറ്റും. പ്ലാസ്റ്റിക്കിന്റെ ആവുമ്പോൾ ചുരുട്ടിയാൽ അങ്ങനെ ഇരിക്കില്ല. അലുമിനിയത്തിന്റെ ആവുമ്പോൾ അങ്ങനെ ചുരുട്ടിയാലോ അങ്ങനെ തന്നെ ഇരുന്നോളും. അങ്ങനെയൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ടാ ചില അങ്ങനത്തെ ട്യൂബ്സ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഓയിൻമെന്റ് പാക്കറ്റ്സ് ഒക്കെ നിങ്ങളുടെ കൈ കൂടി ഒന്ന് പോയിട്ടില്ലേ? ഹലോ, ഒരു ലാഗ് വരുന്നേ. പറയുന്നത് അങ്ങോട്ട് ലാഗായിട്ടാണോ എത്തുന്നേ? ഓക്കെ. അപ്പൊ ഇതൊക്കെ പാക്കിങ്സ് ആണ്. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് പടം കൂടി കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് മെഡിസിൻസ് ഡ്രഗ്സ് പാക്ക് ചെയ്ത് വരുന്നത്. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള രീതിയിലുള്ള ടാബ്ലറ്റുകളുടെ പാക്കിങ്സും അതുപോലെ തന്നെ ഓയിൻമെന്റ്, പിന്നെ ഇഞ്ചക്ഷൻ വയലിന്റെ പാക്കറ്റ് അതൊക്കെ ഉണ്ടോ. 2 രീതിയിലുള്ള ഇഞ്ചക്ഷൻസിന്റെ വരുന്നത്. മറ്റേ ബോട്ടിലും ഉണ്ട് ഈ ബോട്ടിലും ഉണ്ട്. 2 രീതിയിലും. ഞാൻ ഒരെണ്ണം പറഞ്ഞതാണ്. അലൂമിനിയത്തിന്റെ പോലത്തെ ഒരു ഇതാണ്. അതിന്റെ അടിയിലൊരു റബ്ബറിന്റെ ഒരു അടപ്പലുണ്ടാവും. അതിങ്ങനെ ഞെക്കി അങ്ങനെ വെക്കാം.
അതിനെ ഒന്നുകൂടി ഈ സിറിഞ്ചില് കയറ്റാനുള്ള ഇഞ്ചക്ഷൻ മരുന്നുകളാണല്ലോ. അപ്പൊ അത് ലീക്കേജ് ഒക്കെ വരാതിരിക്കാനാണ് അതിന്റെ ചുറ്റുകൂടി നല്ല അലൂമിനിയത്തിന്റെ വെച്ച് നല്ലോണം ടൈറ്റ് ചെയ്ത് അടക്കി വെച്ചിട്ടുണ്ട്. അത് അതിൽ കൂടി ഇഞ്ചക്ട് ചെയ്ത് എടുത്തിട്ടാണ് അത് ആളുകൾ പേഷ്യൻസിലേക്കൊക്കെ എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. ഓക്കെ. പിന്നെ ബോട്ടിൽ പാക്കുകൾ കാണിച്ചിട്ടുണ്ട്. ബ്ലിസ്റ്റർ പാക്കിംഗ് കണ്ടോ നിങ്ങൾ? ബ്ലിസ്റ്റർ പാക്കിംഗ് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഗുളിക ക്യാപ്സൂൾ വളരെ വ്യക്തമായി നമുക്ക് പുറത്തേക്ക് കാണാം. അലുമിനിയം സ്ട്രിപ്പിന്റെ കാണിച്ചിട്ടുണ്ട്. പേപ്പർ സ്ട്രിപ്പ് ഉള്ളിലുള്ളത് അധികം കാണില്ല. അപ്പൊ പേപ്പർ സ്ട്രിപ്പ് ആകുമ്പോ ഏത് കളർ ഓഫ് മെഡിസിൻ ആണ് ഉള്ളിൽ കിടക്കുന്നതെന്ന് കാണാൻ പറ്റില്ല. പൊളിച്ചിങ്ങനെ എടുത്തു കഴിയുമ്പോൾ നമുക്കത് വിസിബിൾ ആകുന്നു. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ. അപ്പൊ നമ്മള് പാക്കിങ്ങില് അണ്ടർലൈൻ ചെയ്യേണ്ട സെന്റൻസ് പറയാം. Packing of drugs, whether it is a tablet, capsule, an injection, or an oral suspension, a syrup, an ointment, or an eye drop, is packed differently. അതാണ് സെന്റൻസ്. ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് സെന്റൻസ് എന്ത് പറ്റി? നീതു എന്താ? നീതു പറഞ്ഞോ. അടുത്ത സെന്റൻസ് ബ്ലിസ്റ്റർ ഈസ് ഓൾസോ പാക്ഡ്. അണ്ടർലൈൻ ചെയ്യുന്നതാണ് പറയുന്നത്. ഫസ്റ്റ് സെന്റൻസ്. പിന്നെ ബ്ലിസ്റ്റർ ഈസ് ഓൾസോ പാക്ഡ് ഇൻ ട്രാൻസ്പെറന്റ് മെഡിസിൻ, ക്വാളിറ്റി പ്ലാസ്റ്റിക് വിത്ത് അലൂമിനിയം ബോട്ടം. അല്ല, ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കിലാണ് കേട്ടോ. ഈ പ്ലാസ്റ്റിക് തന്നെ പല ക്വാളിറ്റീസിലുള്ളതുണ്ട്. നമ്മൾ പ്ലാസ്റ്റിക് എന്താ പറയാ വിമുക്തമായ കേരളം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമ്മൾ ഇതാക്കിയില്ലേ. പ്ലാസ്റ്റിക്കുകളൊക്കെ കൂടുതലും നമ്മൾ ഒഴിവാക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്സും ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അത് തീരെ മോശം ക്വാളിറ്റിയിലുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളും ബോട്ടിൽസും ഒക്കെ പരമാവധി നമ്മൾ എന്താ ചെയ്യാ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നമ്മൾക്ക് കൂടുതൽ ഹെൽത്തി അല്ലെ. ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു വെക്കും ചിലരൊക്കെ. അതൊന്നും പാടില്ല. നമ്മള് ഇവിടെ തന്നെ ഇതുപോലെ ആദ്യമൊക്കെ വരുമ്പൊക്കെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒക്കെ എല്ലാം വെള്ളം കൊണ്ടുവരാൻ പാടില്ല. നമ്മൾ വേറെ എല്ലാവരെയും മാറ്റി. കാരണം വെച്ചാൽ അത് നമുക്ക് എന്താ പറയാ കുറച്ച് നേരത്തേക്കല്ലേ, അല്ല ഇങ്ങനെയല്ലേ, ഇപ്പൊ താൽക്കാലികമല്ലേ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ നിസ്സാരമായി കാണുന്ന പല കാര്യങ്ങളും പിന്നീട് അറിയുമ്പോ അല്ലെങ്കിൽ നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കുക. എപ്പോഴാണ് നമ്മൾ മാറേണ്ടത് നമ്മൾ തന്നെ ചിന്തിക്കാം ഓരോന്നിൽ നിന്നും. അത് നമ്മള് നമ്മളുടെ കുട്ടികളെയൊക്കെ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ അല്ലെ നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മൾ തുടങ്ങണം എന്ന് പറയും അല്ലെ. അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് നമുക്ക് കുറച്ചു കാലമൊക്കെ ജീവിക്കാമെന്നുള്ളതാണ്. രണ്ടാമത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോ? ഇനി അടുത്തത് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് such as oil are packed in glass plastic bottles. അതുകൂടെ അണ്ടർലൈൻ ചെയ്യാം. തീരാൻ പോകുന്നതിന്റെ മുമ്പ് കേട്ടോ. ലാസ്റ്റ് ലൈനാണ്, സെന്റൻസ് ആണ്. അണ്ടർലൈൻ ചെയ്യാം. പിന്നെ മറ്റേ ടാബ്ലറ്റ് ഓർ ക്യാപ്സൂൾസ് ആർ ടിപ്പിക്കലി പാക്ഡ് ഇൻ, അത് നേരത്തെ ഞാൻ പറഞ്ഞു 1 into 10 ആൻഡ് സച്ച് 10 സ്ട്രിപ്സ്. ഒരെണ്ണം ഒരു സ്ട്രിപ്പ് 10 വീതം, അങ്ങനത്തെ 10 സ്ട്രിപ്പുകൾ. അതാണ് ഒരു ബ്ലിസ്റ്റർ പാക്ഡ് ആയിട്ട് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ആ സെന്റൻസ് ലാസ്റ്റ് സെന്റൻസ് കേട്ടോ അണ്ടർലൈൻ ചെയ്യും. Yes, that was the end of the chapter. അപ്പൊ നമ്മളുടെ ചാപ്റ്റർ തീർന്നു. നമ്മളുടെ 5th മൊഡ്യൂളിലെ മൊഡ്യൂളിലെ 7th ചാപ്റ്റർ ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ എടുത്തു തീർന്നത് കേട്ടാ. മനസ്സിലായല്ലോ എല്ലാവർക്കും അല്ലേ? കാര്യമായിട്ടൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. വന്നോ നോക്കിയേ, 6th മൊഡ്യൂൾ വന്നാ നോക്കിയേ നിങ്ങളൊന്ന്. വന്നോ? 6th മൊഡ്യൂൾ വന്നോ? പ്രസന്റേഷനിൽ വന്നോ? പ്രസന്റ് ചെയ്തെടുത്ത് 6th മൊഡ്യൂൾ കാണാൻ പറ്റുന്നുണ്ടോ? അല്ല, ഞാൻ ഇപ്പൊ ചോദിക്കാൻ പ്രസന്റ് ചെയ്തോട്ടെ, കാണാൻ തോന്നുന്നു നിങ്ങൾ പറഞ്ഞേ. എന്നാൽ എനിക്ക് ഓക്കെ ആണ്. യെസ്, അത് തന്നെ, അതാണ് ചോദിച്ചത്. ഓക്കെ ഡൺ.
ഞാനൊന്ന് എത്തട്ടെ അങ്ങോട്ട്. ചാപ്റ്റർ കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടാണ്. അപ്പൊ നമ്മൾ ഇനി അടുത്തത് എടുക്കാൻ പോകുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മുന്നേ നമ്മളുടെ ഡിപ്ലോമയിൽ പഠിച്ച ഒരു ചാപ്റ്റർ തന്നെയാണ്. ആ ചാപ്റ്റർ തന്നെ അല്ല, കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. ആ ചാപ്റ്റർ തന്നെ അല്ലോ പഠിക്കാൻ വേണ്ടത് ഈ സാധനം. കണ്ടിട്ടുണ്ടോ നിങ്ങള്? ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? എച്ച്എയുടെ ഡിപ്ലോമയിൽ പഠിച്ചോ? ഏതാണ്? ഡിസാസ്റ്റർ മാനേജ്മെന്റ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു ചാപ്റ്റർ ആണ് കേട്ടോ. നമ്മളുടെ ഡ്രഗ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പാടാണോ, ബുദ്ധിമുട്ടാണോ പഠിക്കാൻ? അല്ലല്ലോ, എളുപ്പമല്ലേ പഠിക്കാൻ? ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ മറ്റൊരു സിമ്പിൾ ചാപ്റ്റർ തന്നെയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ. കുറെ കാര്യമൊക്കെ നിങ്ങൾ ഓൾറെഡി അവിടെ കേട്ടത് തന്നെ ആയിരിക്കാം. ബിക്കോസ് ഇതും ഒരു എന്താ പറയാ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ടു ബി മാനേജ്ഡ് ഇൻ എ ഹോസ്പിറ്റൽ. അതുകൊണ്ടാണ് അവിടെ പഠിച്ചിട്ട് വീണ്ടും നമുക്ക് ഇവിടെ ഇത് പഠിക്കേണ്ടി വരുന്നത്. കാരണം ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റ് മേഖലയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഉള്ളത്, അല്ലെ? ആലോചിച്ച് നോക്കിയേ, മാനേജ്മെന്റ് ടു കോർഡിനേറ്റ്, മാനേജ്, ഡയറക്ട് ഓൾ ദ ആക്ടിവിറ്റീസ് ഓഫ് എ ഹോസ്പിറ്റൽ. വീണ്ടും വീണ്ടും ഞാനിത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ എപ്പോഴും മിസ് പറയുന്ന ഇൻട്രൊഡക്ഷൻ ക്ലാസ് മുതൽ ഞങ്ങൾ ഇത് കേൾക്കുന്നതാണ്. ഞാൻ ഒരു ഹോസ്പിറ്റലിന്റെ മൊത്തത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കണം എനിക്ക്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മളൊരു ഹോസ്പിറ്റലിന്റെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിന്റെ മൂലയിൽ ഒതുങ്ങേണ്ടവരല്ല. ഇന്നലെ ഞാൻ പറഞ്ഞു ഒരു ഹോസ്പിറ്റലിന്റെ മൊത്തം കാര്യങ്ങൾ. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മള് ഡ്രഗ്സ് വിച്ച് ഈസ് ഹാൻഡിൽഡ് ഇൻ എ ഫാർമസി, ഒരു ഫാർമസിയിലാണ് ഡ്രഗ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയാ വരുന്നത്. ഡ്രഗിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഡ്രഗ് സ്റ്റോർ ചെയ്യുന്നതും പേഷ്യൻസിനെ ഡിസ്പോസ് ചെയ്യുന്നതും, അല്ലെ ഹോസ്പിറ്റൽസിലെ ഇൻപേഷ്യൻസ് ആയിട്ടുള്ള പേഷ്യൻസിനെ വാർഡിലും റൂംസിലും ഒക്കെ എത്തിക്കേണ്ടതും, അല്ലെ അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യത്തിലും, അത് എന്താ പറയാ സ്റ്റോർ ചെയ്യുന്ന കാര്യത്തിലും, അതുപോലെ തന്നെ അതിന് പുതിയ മെഡിക്കേഷൻസ് റിസർച്ച് ചെയ്ത് ഇൻവെസ്റ്റിഗേഷനിലൂടെ പുതിയത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യത്തിലും, ഓൾ ദീസ് തിങ്സ് ഇതെല്ലാം ഒരു ഫാർമസിയിൽ നടക്കുന്നുണ്ട്. അപ്പൊ അത്തരം ഫാർമസിനെ കുറിച്ച് നമ്മൾ ഡീപ്പായിട്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും അതുപോലെ തന്നെ എച്ച് ഡിപ്ലോമയിൽ നമ്മൾ പഠിച്ചു. അതുപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും കുറച്ചുകൂടി എന്താ പറയാ എന്താണ് പ്രധാനമായിട്ടും ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലും നടക്കുന്നത്, വാട്ട് ഈസ് ഗോയിങ് ഓൺ എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. അതിനേക്കാൾ ഉപരി ഒരു ഹോസ്പിറ്റലിന്റെ ആകെയുള്ള ഒരു മാനേജ്മെന്റില് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഡിസാസ്റ്റർ. In case of during the time of disaster, the hospital have an important role to be played. ഒരു വളരെ പ്രധാനപ്പെട്ട പങ്ക് തന്നെയാണ് ഒരു ഹോസ്പിറ്റലിലെ എന്താ പറയാ നമ്മുടെ ഡിസാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ആ പ്രദേശത്ത് ലൊക്കാലിറ്റിയിലുള്ള ഹോസ്പിറ്റൽസിന് വഹിക്കേണ്ടി വരുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് വീണ്ടും നമുക്ക് ഡിസാസ്റ്റർ ഒന്നുകൂടി വന്നിരിക്കുന്നത്. എല്ലാവരും ആ ചാപ്റ്റർ എടുക്കുക. ഒരു സെക്കൻഡ്. യെസ്, അപ്പോ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചാപ്റ്ററിലെത്തിയോ എല്ലാവരും? അപ്പോ എന്താണ് എന്താ പറയാ നമ്മുടെ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് അത്ര സില്ലി ആയിട്ട് നമുക്ക് വളരെ കെയർലെസ് ആയിട്ട് തളർത്തേണ്ട ഒരു കാര്യമല്ല. ഇതിപ്പോ ഇപ്പോഴും ഡിസാസ്റ്റർ വരുമോ, പിന്നെ എന്തിനാണ് നമ്മൾ അതിനെ കുറിച്ച് നേരത്തെ കൂട്ടി അങ്ങനെ പ്രീ പ്ലാൻ ചെയ്ത് പറയാൻ പല ഒരുക്കങ്ങള്. ഇന്നത്തെ കാലത്താണെങ്കിൽ ഒരുക്കങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിന്റെയൊക്കെ ഡെമോ പോലെ ഓരോ വർഷത്തിലെ ചില സ്ഥലങ്ങളിലൊക്കെ കാണിക്കുന്നുണ്ട്, ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്, അല്ലെ കോൺഫറൻസ് പോലെ ചെയ്യിപ്പിക്കുന്നുണ്ട്.
ഇതിന്റെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം നമ്മളുടെ എർത്ത് ഭൂമി എന്ന് പറയുന്നത് ഇതുപോലെയുള്ള കുറെ മാറ്റങ്ങൾക്ക് ഇന്ന് എന്താ പറയാ എന്താണ് മാറ്റങ്ങളിലൂടെ കടന്നു പോവുകയാണ്. കാരണം ഭൂമി ഫേസ് ചെയ്യുന്ന അതിൻ്റെതായിട്ടുള്ള ചില സ്ഥാനത്തിന്റെയോ അല്ലെങ്കിൽ ചില അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസിന്റെയോ പലതിന്റെയൊക്കെ ഫലമായിട്ട് മനുഷ്യന്മാരുടെ അല്ലെ മനുഷ്യന്റെ പോപ്പുലേഷന്റെ ചില കെയർലെസ് ആയിട്ടുള്ള ഭൂമിയെ ട്രീറ്റ് ചെയ്യുന്ന രീതി കൊണ്ടോ ഒക്കെ ഭൂമി പല രീതിയിൽ ഇങ്ങനെ പ്രതികരിക്കാൻ തുടങ്ങും. ഇൻ ദ ഫോം ഓഫ് ഫ്ലഡ്, എന്തിന്റെ രൂപത്തില് ഫ്ലഡിന്റെ രൂപത്തിലാകാം, ലൈക്ക് എനി എപ്പിഡമിക്സ് എന്തെങ്കിലും പകർച്ചവ്യാധി രോഗങ്ങളുടെ രൂപത്തിലാകാം, ആൻഡ് ഓൾസോ ഇൻ ദ ഫോം ഓഫ് എർത്ത് ക്വേക്ക്, ഹറിക്കെയിൻ, ഇത് ഭൂമി കുലുക്കം, അതുപോലെ തന്നെ ചുഴലിക്കാറ്റ്, അതുപോലെ തന്നെ സ്റ്റോം അല്ലെ ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ നമ്മുടെ കൊടുങ്കാറ്റ്, ഇങ്ങനെ പിന്നെ സുനാമി പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ കാണുക എന്ന് പറയുമ്പോൾ അയ്യോ എന്റെ നാട്ടിൽ ബാധിച്ചിട്ടില്ല രക്ഷപ്പെട്ട് എന്ന് വിചാരിക്കേണ്ട. കാരണം ഇങ്ങനെയൊക്കെ ഞങ്ങൾ വിചാരിച്ചിരുന്നു പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മളത് ചെറുതായിരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ വീടുകളില് നമ്മളുടെ ചില ആളുകള് അതൊരു സ്ഥിരം കാഴ്ചയായിരുന്നു. മിക്കവാറും ആഴ്ചയിൽ 1, 2, 3 ദിവസമൊക്കെ നമ്മുടെ വീടുകളിലൂടെ കടന്നു പോകും. ചെറിയൊരു എന്താ പറയാ ഇതൊക്കെ എഴുതിയിട്ട് അത് ലാമിനേറ്റ് ചെയ്ത് ഒരു സാധനം വെച്ചിട്ട് നമ്മുടെ വീടുകളില് അതൊക്കെ വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും കണ്ടു പഴയ ഡ്രസ് ആകാം അല്ലെങ്കിൽ പൈസ ആകാം എന്തെങ്കിലും മതി ചേച്ചി ചേട്ടാന്ന് പറഞ്ഞിട്ട് ഹിന്ദിയിലൊക്കെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ എഴുതി വെച്ചിട്ട് സാധനം കൊണ്ടുവരും അല്ലെ. അപ്പൊ നമ്മൾ വിചാരിക്കും ഇവരുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെ എപ്പോഴും വെള്ളപ്പൊക്കമാണ് അതാണ് ഇതാണ് വെള്ളപ്പൊക്കമാണ് എന്നൊക്കെ പറഞ്ഞ് കാണാൻ വരിക. അതിനകത്ത് കൂടുതലും ഫ്ലഡ് ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ നശിച്ചു അല്ലെ, നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല, ഒത്തിരി കഷ്ടപ്പാടാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഇത് എഴുതി വരിക. അപ്പൊക്കെ നമ്മളിങ്ങനെ ആലോചിക്കും പിന്നെ എപ്പോഴും ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷെ ഏതുവരെ വിചാരിച്ചോളൂ എന്ന് അറിയോ, നമ്മുടെ 2018 വരെ വിചാരിച്ചോളൂ ആ കാര്യങ്ങളൊക്കെ. ബിക്കോസ് അത് കഴിഞ്ഞപ്പോ സ്വന്തമായിട്ട് നമ്മൾ അനുഭവിച്ചു. അപ്പൊ മനസ്സിലായിട്ടാ ഇത് ശരിയായ കാര്യങ്ങൾ തന്നെയാണ്. ഇന്ന് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ അടുത്തത് മറ്റൊരു സ്റ്റേറ്റിനെ ആയിരിക്കും ബാധിക്കുക. അപ്പൊ സോ വി ഹാവ് ടു ബി അലേർട്ട്. നമ്മൾ എന്താണ് എപ്പോഴും ഒരുങ്ങിയിരിക്കുക. എനി ടൈപ്പ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ക്യാൻ ഓക്കർ അറ്റ് എനി ടൈം എന്നുള്ള വിചാരം എപ്പോഴും മനസ്സിലുണ്ടാകുന്നത് കുറച്ച് നല്ലതായിരിക്കും. അപ്പൊ 2018 ഫ്ലഡിനെ നമ്മൾ ഫേസ് ചെയ്തു. അതിനുശേഷം അധികം താമസിച്ചില്ല, 1-2 കൊല്ലം കഴിഞ്ഞപ്പോ തന്നെ മറ്റൊരു എപ്പിഡമിക്കിനെയും നമ്മൾ ഫേസ് ചെയ്തു അല്ലെ, ലൈക്ക് കൊറോണ പോലെയുള്ള വലിയ ഡിസീസ് ആളുകളെയൊക്കെ ബാധിച്ചു. ഒരുപാട് എന്താ പറയാ ഹ്യൂമൻ ലോസും മനുഷ്യന്മാരുടെ നഷ്ടം ഉണ്ടായി. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് പല രീതിയിലുള്ള രോഗങ്ങൾ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് പോലെ വന്നു അല്ലെ. ഇന്നും അതിന്റെ ആഫ്റ്റർ എഫക്ട് ആണ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അതിന്റെ ഇഞ്ചക്ഷൻ എടുത്തത് കൊണ്ട് ആ ഡോസ് എടുത്തു ഈ ഡോസ് എടുത്തത് കൊണ്ട് ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. എത്രത്തോളം അത് കറക്റ്റ് ആണോ എന്നുള്ളതൊക്കെ ചിലപ്പോ പഠനങ്ങൾ തന്നെ തെളിയിക്കട്ടെ, നമ്മൾ അതിലേക്ക് പോകില്ല. സോ നമ്മൾ എന്താണ് ഇതുപോലെയുള്ള എന്താ പറയാ ഡിസാസ്റ്റേഴ്സ് ക്യാൻ ഒക്കർ അറ്റ് എനി ടൈം. അപ്പൊ നമ്മൾ ഒരുങ്ങുന്നതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ ഒരുങ്ങേണ്ടത് ആരാണെന്ന് അറിയാമോ? ഹോസ്പിറ്റൽസ് ആണ്. കാരണം ഈ ഡിസാസ്റ്റർ എന്ന് പറയുന്നത് സീരിയസ് പ്രോബ്ലം, ഭയങ്കരമായിട്ട് ഗൗരവമേറിയ ഒരു പ്രശ്നം തന്നെയാണ്. ചിലപ്പോ ഡിസാസ്റ്റർ ചിലപ്പോ ആ നടന്നത് പോലെ ചിലപ്പോ മേ ബി ഫോർ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ്, ചിലപ്പോ ചില സെക്കൻഡ്സ് മാത്രമേ നടക്കുന്നുള്ളൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എർത്ത് ക്വേക്ക് 1 മണിക്കൂർ നീണ്ടു നിന്നൊന്നും ഭൂമി കുലുക്കത്തില്ല. ആലോചിച്ച് നോക്കിയേ, ഗുജറാത്തില് എർത്ത് ക്വേക്ക് വന്നു, 1 മണിക്കൂറൊന്നും നീണ്ട് ഭൂമിയൊന്നും കുലുക്കിയില്ല. ഓൺലി 4 സെക്കൻഡ്സ്, ഇത്ര സെക്കൻഡുകൾ മാത്രമാണ് ആ ഷേക്കിംഗ് സംഭവിച്ചത്. പക്ഷെങ്കിലും ആ ഒരു സമയത്തിനുള്ളില് എന്തൊക്കെ നഷ്ടങ്ങളാണ് വന്നത് എന്നുള്ളത് നമുക്ക് പിന്നീടൊക്കെ വാർത്തകളിലൂടെ നമ്മൾ കേട്ടു അല്ലെ, കണ്ടു എന്നുള്ളതാണ്. പേപ്പറിലൂടെ ഒക്കെ വായിച്ചു. ഒരുപാട് പേർക്ക് അവരുടെ ജീവൻ അന്ന് വെച്ചിട്ടൊന്ന് സിനിമ വരെ ഇറങ്ങി അല്ലെ, കുറെ നഷ്ടം വന്നു. അതിന്റെ അല്ലെ അത് തന്നെയാണ്. ഗുജറാത്തിലൊക്കെ ഭൂകമ്പം നടക്കുമ്പോ എനിക്ക് എന്താ പറയാ എക്സ്പീരിയൻസ് ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ ഒരു ആന്റി, മമ്മിയുടെ സ്വന്തം അനീതിയാണ്, അവരവിടെ സെറ്റിൽഡ് ആയിരുന്നു. 2 കുഞ്ഞു പിള്ളേരായിരുന്നു അന്നേരം. അവർ ഇപ്പൊ പിള്ളേരൊക്കെ വലുതായിട്ടോ. അപ്പൊ എന്താ പറയാ അവര് ചെറിയ കുട്ടികളാണ്, സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ ഏറ്റവും അടുത്തുള്ള പ്രദേശത്ത് ഇവരെ അത്രയും അങ്ങോട്ട് അഫക്ട് ചെയ്തില്ല എന്ന് മാത്രം. പക്ഷെ ഇവരിതെല്ലാം കാണേണ്ടി വന്നു. അവരൊക്കെ വിറ്റ്നസ്സുകളാണ്, ദൃക്സാക്ഷികളാണ് ഇതിന്റെയൊക്കെ. പെട്ടെന്ന് നമുക്കറിയാം അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ വരുമ്പോ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യാ, നമ്മളൊരു എസ്കേപ്പിംഗ് ആണ്, നാടുവിട്ട് പോകും. തീർച്ചയായിട്ടും അവർ നാടുവിട്ട് പോകുന്നു. കാരണം അവരവിടെ എന്താ പറയാ പാരന്റ്സും കൊച്ചുകളൊക്കെ ആയിട്ട് അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അവിടെ സെറ്റിൽഡ് ആയിരുന്നു. പക്ഷെ അവർ ഈ ഒരു ഇത് എക്സ്പീരിയൻസ് ചെയ്തപ്പോ അവർക്ക് ഭയങ്കര പേടിയായപ്പോ അവര് ആ ഒരു വർഷത്തിനുള്ളിൽ തന്നെ അവിടെ നിന്ന് അവരുടെ ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ വേണ്ടാന്ന് വെച്ചിട്ട് തിരിച്ച് നാട്ടിലേക്ക് നമ്മുടെ
കേരളത്തിൽ നിന്ന് പിന്നീട് കുട്ടികളൊക്കെ സ്കൂളിൽ ഇവിടെയൊക്കെ ചേർത്താണ് പഠിച്ചത്. അന്ന് കുട്ടികൾ LKG UKG പഠിക്കുന്ന സമയമായിരുന്നു. അപ്പൊ അത് എനിക്കറിയാം. അവര് പറഞ്ഞ അനുഭവത്തിൽ നിന്ന് അല്ലെങ്കിൽ അവർ അതിന്റെയൊക്കെ ഒരു പേടി കൊണ്ടാണ് നാടുവിട്ട് പോകുന്നത്. പക്ഷെ ഇനിയുള്ള കാലങ്ങളിൽ നമ്മൾ നാടുവിട്ടാലും ഇവിടെ വരെ പോകാൻ പറ്റും അല്ലെ? എസ്കേപ്പിംഗ് നമുക്ക് അധികം സാധ്യമല്ല. കാരണം കേരളം എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനും ഒക്കെ പല രീതിയിലും ഇതുപോലുള്ള നാശനഷ്ടങ്ങൾ ഡിസാസ്റ്ററിലൂടെ സംഭവിക്കാം അറ്റ് എനി ടൈം അല്ലെ? ചിലതൊക്കെ ഷോർട്ട് ആയിരിക്കും, ചിലത് കുറച്ച് ലോങ് പീരീഡിലാണ്. ലോങ് പീരീഡ് എന്ന് പറയുമ്പോൾ കുറച്ച് ദിവസങ്ങൾ കൂടുതൽ എടുക്കാം, ചിലപ്പോൾ ചില മാസങ്ങൾ എടുക്കാം. ഇപ്പൊ കുറച്ച് ദിവസങ്ങൾ കൂടുതൽ എടുക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എർത്ത് ഒക്കെ ഓൺലി 4 സെക്കൻഡ്സ് അല്ലെങ്കിൽ മിനിറ്റ്സ്, 3 മിനിറ്റ് അല്ലെങ്കിൽ 3 സെക്കൻഡ്സ് മാത്രമേ നടക്കുന്നുള്ളൂ. അതേസമയം ലൈക്ക് ഫ്ലഡ് ഒക്കെ പോലെയുള്ള ഡിസാസ്റ്റേഴ്സ് ആണെങ്കിൽ അതിന്റെ ആ ഒരു ഇത് വേണമെങ്കിൽ 3 ദിവസം 1 വീക്ക് അല്ലെ? 2018 വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞപ്പോൾ നമ്മള് ഒരു മാസത്തോളം അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്നു. പക്ഷെങ്കിലും ഒരു 3-4 ദിവസം വെള്ളം ഇങ്ങനെ ഇത്രയും പൊങ്ങി അങ്ങോട്ട് സ്റ്റക്കായി നിന്നു. ഏകദേശം ഒരു നമ്മുടെ എന്താ പറയുക ഗ്രൗണ്ടിൽ നിന്ന് ഒരു 6 ഫീറ്റ് ഉയരത്തിലാണ് വെള്ളം പൊങ്ങിയത് അല്ലെ? 6 ഫീറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെക്കാളും കുറച്ച് ഉയരത്തിൽ നമ്മുടെ മുറ്റത്താണ് കേട്ടോ, വീടിനകത്തുള്ള 6 ഫീറ്റ് അല്ല, നമ്മുടെ മുറ്റത്ത് നിന്നൊക്കെ. അപ്പൊ നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒത്തിരി എന്താ പറയാ നമ്മുടെ തലയ്ക്ക് മുകളിലൊക്കെ വെള്ളം വന്നിട്ടുണ്ട്. ചില വീടുകള് ഒക്കെ കുറവാണെങ്കിൽ അവരുടെ വീടിന്റെ ഉള്ളിലേക്ക് വീടിന്റെ മൊത്തം ഉള്ളിലാക്കിക്കൊണ്ടൊക്കെ കടന്നു പോയതുകൊണ്ട് കുറച്ച് താഴെ പ്രദേശത്തൊക്കെ ഉള്ളവരായിരുന്നെങ്കിൽ അപ്പൊ ഇതൊക്കെ നമ്മൾ നേരിട്ട് ഫേസ് ചെയ്തു. ഇത് നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്ന രീതിയിൽ അതിന് പിന്നീട് ഉണ്ടാകുന്ന കാര്യങ്ങൾക്കാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. കാരണം ആഫ്റ്റർ ദ ഡിസാസ്റ്റർ ഒക്കെ അങ്ങനെ വന്നെങ്കിൽ അപ്പൊ തന്നെ പോകും, ആ ഒരു സമയത്തിനുള്ളിൽ അത് തീർന്നു പോകും. പക്ഷെ അതിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങൾ നമുക്കറിയാം. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഒരുപാട് എന്താ പറയാ ചീത്ത വസ്തുക്കൾ നമ്മളുടെ വീടുകളിൽ നിന്നൊക്കെ വേസ്റ്റ് ആയിട്ട് വെള്ളത്തില് എന്താ പറയാ വെള്ളം മാത്രമായിരുന്നില്ലല്ലോ, അഴുക്കുമൊക്കെ കൂടി പിടിച്ചതാണ്. പിന്നെ നമ്മളത് ഉപയോഗിക്കാൻ പറ്റാത്തതൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഡംപ് ചെയ്തു, എല്ലാം കൂടി കൊണ്ടുപോയി പ്രത്യേക സ്ഥലത്തൊക്കെ ഡംപ് ചെയ്തിട്ടു. അതാണെങ്കിലും അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാതെ ആരെങ്കിലും ആരാ ഉള്ളത് എല്ലായിടത്തും വെള്ളം കയറിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഡംപ് ചെയ്തിട്ട് അതിൽ നിന്നുണ്ടാകുന്ന ചില ഇതുകൊണ്ട് ആളുകൾക്ക് പല അസുഖങ്ങൾ വന്നു. കുറച്ചധികം ദിവസങ്ങളൊക്കെ അതിനൊക്കെ ശേഷം കുറെ കഴിഞ്ഞു നമുക്ക് അതിനെ ഒന്ന് റിക്കവർ ചെയ്ത് ആ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് എത്താനൊക്കെ ആയിട്ട്. അപ്പൊ ഈ പറയുന്ന ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഷുഡ് ബി മാനേജ്ഡ് ഇൻ എ ഹോസ്പിറ്റൽ. ലോക്കൽ ഹോസ്പിറ്റൽസിൽ അതൊരു വലിയ പങ്കുണ്ട്. ആ പ്രദേശത്തുള്ള ഹോസ്പിറ്റൽ ഒരു പ്രദേശത്ത് നമ്മുടെ പ്രദേശത്ത് തന്നെയെങ്കിലും ഒരു ഡിസാസ്റ്റർ ഒക്കർ ചെയ്യുകയാണെങ്കിൽ അവിടെ ആ പ്രദേശത്തുള്ള ഹോസ്പിറ്റൽസിന് വളരെയധികം പങ്കെടുത്ത് വഹിക്കാനായിട്ട്. കാരണം അവരാണ് അവിടുന്ന് ഡിസാസ്റ്ററിൽ നിന്ന് നമ്മൾ സേവ് ചെയ്ത് കൊണ്ടുവരുന്ന വിക്ടിംസിനെ ഇരകളെ കൊണ്ടുവന്ന് എന്താ പറയാ പലതരത്തിലുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടി കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഹോസ്പിറ്റൽസ് എപ്പോഴും പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. അപ്പൊ നമുക്ക് അറിയാം ഡിസാസ്റ്ററിൽ ഒരുപാട് ലോസസ് ഹാവ് ടു ബി ഫേസ്ഡ്. ഹ്യൂമൻ ബീയിങ് ഒരുപാട് നഷ്ടങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ആളുകൾക്ക് എന്താ പറയാ അവരുടെ ഹ്യൂമൻ ലോസ്, മനുഷ്യന്മാര് ജീവൻ ഇല്ലാണ്ടാകുന്നു. എൻവയോൺമെന്റൽ ലോസ്, നമ്മുടെ പരിസ്ഥിതിയുടെ ഘടനയും മറ്റു കാര്യങ്ങളും സ്ട്രക്ചറൊക്കെ മാറുന്നു. ഇക്കണോമിക്കൽ ലോസ്, ഫിനാൻഷ്യൽ ലോസ്, സാമ്പത്തിക നഷ്ടങ്ങൾ. ഇക്കണോമിക്കൽ ലോസ് എന്ന് പറയുമ്പോൾ എന്താ പറയാ ബിസിനസ്സുകാരുടെ ബിസിനസ് ഒക്കെ ഇല്ലാണ്ടാകും. വെള്ളപ്പൊക്കമൊക്കെ വന്നു കിടന്നു കഴിഞ്ഞാൽ ഇപ്പൊ 1-2-3 മാസത്തോളമൊക്കെ ബിസിനസ് ഒക്കെ എല്ലാവർക്കും ഡള്ളായിട്ടുണ്ടാവും. കാരണം എന്താ, അന്നേരം നമ്മൾ ആ 1-2 മാസത്തിനുള്ളിൽ നമ്മൾ റിക്കവർ ചെയ്തെടുക്കാൻ നോക്കിയിട്ട് എന്താ നമ്മളുടെ നഷ്ടപ്പെട്ടു പോയതിനേക്ക് നമുക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് പിടിച്ചു നിർത്തണം. അതിനു വേണ്ടിയിട്ട് ആളുകൾ എല്ലാവരും ഒന്ന് സർവൈവ് ചെയ്യണം എന്നാണ് വിചാരിച്ചിരുന്നത്. അന്നേരം ഈ പറഞ്ഞ പോലെ ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്ന തുണിക്കടയിലൊന്നും വലിയ തിരക്കൊന്നും അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയത്തിലെ ഓണം ഒക്കെ നമ്മൾ വളരെ മിതമായ രീതിയിൽ ആളുകൾ എന്താ പറയാ ആഘോഷിച്ചു. വളരെ ചുരുങ്ങിയ രീതിയിൽ കല്യാണങ്ങളൊക്കെ എന്തോരം ഒതുങ്ങി അല്ലെ, ചെറിയ രൂപത്തിലാക്കി. വളരെ ഒരു 3 കല്യാണം നടത്താൻ പറ്റുന്ന രീതിയിൽ ഇപ്പൊ ആളുകൾ ഒരു കല്യാണം നടത്തുന്നത്. 3 കല്യാണം നടത്താനുള്ള ഫിനാൻഷ്യൽ കാര്യങ്ങൾ വെച്ചിട്ട് ഒറ്റ കല്യാണം മാത്രം നടത്തുന്ന ആളുകളുണ്ട് ഇവിടെ അല്ലെ. പക്ഷെ ആ സാഹചര്യങ്ങളിൽ എന്ത് ചെയ്തു, 1-2-5 ആളുകൾ മാത്രം ചേർന്ന് ആ ഒരു ചടങ്ങ് നടത്തി ആ ഒരു കല്യാണം സമയത്തിനുള്ളിൽ തീർത്തു എന്നുള്ളതാണ് അല്ലെ. ആളുകളെ വിളിക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ കൊറോണ വന്നപ്പോഴും അതുപോലെ തന്നെയാണ്. അധികം ആളുകളെ വിളിക്കാൻ പറ്റിയില്ല. ഒരു ഫംഗ്ഷൻ വലിയ ആഡംബരമായ രീതിയിൽ ലക്ഷറിയസ് ആയിട്ട് ആളുകൾക്ക് നടത്താൻ പറ്റിയിരുന്നില്ല അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ഇതൊക്കെ എന്താ പറയാ അതെ ഒരു ആഘോഷം ഉണ്ടായിരുന്നില്ല അന്നത്തെ കാലത്ത്. അപ്പൊ ഇതൊക്കെ നമ്മളുടെ എന്താ പറയാ ഡിസാസ്റ്റർ ഒക്കെ വരുമ്പോൾ ആളുകൾ കുറച്ച് ദിവസത്തേക്ക് അങ്ങനെയൊക്കെ നമ്മൾ പോകും. പക്ഷെ പിന്നീട് അതിനേക്കാൾ ഇരട്ടിയില് എന്ത് ചെയ്യും, നമ്മൾ തല ഉയർത്തി അങ്ങോട്ട് വരും അല്ലെ. അങ്ങനെയാണ്, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. സോ ഇങ്ങനെയുള്ള എന്താ പറയാ
അതന്നെ മാസ്ക് ഒക്കെ വെച്ച് നമ്മൾ നടന്നു. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല നമുക്ക് മാസ്ക്. ഇപ്പൊ എന്താ പറയാ, അന്നൊക്കെ മാസ്ക് ഊരാതൊക്കെ നടന്നു, പകരം അല്ലെങ്കിൽ വായു കൂടിയൊക്കെ വരും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി എന്ത് ഇതൊന്നും പറയാ ഇതൊന്നല്ല എന്നൊക്കെ. അതെ അതെ, എല്ലാവരും കൊച്ചുകുട്ടികൾക്ക് വരെ കുഞ്ഞു മാസ്ക് ഒക്കെ തയ്ച്ചൊക്കെ നമ്മൾ കൊടുത്തു വിട്ടു. അവർക്കൊക്കെ മറ്റു രീതിയിലൊക്കെ ശ്രദ്ധയായി നമ്മളിലേക്ക് വരാതിരിക്കാൻ. അപ്പൊ ഹ്യൂമൻ മെറ്റീരിയൽ ഇക്കണോമിക് ആൻഡ് എൻവയോൺമെന്റൽ ലോസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, വർദ്ധിക്കും ഏതൊരു ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ. ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദ ഡ്യൂറേഷൻ. ആ ഡ്യൂറേഷൻ അനുസരിച്ച് ഷോർട്ട് ആയിക്കോട്ടെ, ലോങ് ആയിട്ടുള്ള ഡിസാസ്റ്റർ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി, the society have to cope up with it. അതായത് അന്നേരം അത്തരം സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ അത്തരം ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ നമ്മളുടെ ഇക്കോണമിയിൽ, നമ്മളുടെ ലൊക്കാലിറ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസുമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെയൊക്കെ ഫേസ് ചെയ്യണം, കോപ്പപ്പ് ചെയ്യാൻ ഫേസ്, ഇതിനെയൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം. അത് ഉൾക്കൊള്ളണമെങ്കിൽ നമ്മളുടെ ഇപ്പൊ ഒരു പ്രത്യേക പ്രദേശത്ത് എന്താ പറയാ, ഈ പറയുന്ന രീതിയിൽ ഇപ്പൊ ഫ്ലഡ് വന്നു, ഞാൻ ഒരു ഉദാഹരണം എന്ന് പറയാം. ഫ്ലഡ് വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ അവിടെയൊക്കെ നമ്മളുടെ എല്ലാം ഉപേക്ഷിച്ച് നമ്മുടെ വീട്ടിലൊക്കെ എന്തൊക്കെയോ സൗകര്യത്തിലാണ് നമ്മൾ ജീവിച്ചിരുന്നത് എന്നുള്ളതൊന്നും അന്നേരം അവിടെ ഒരു പ്രശ്നമല്ല. കാരണം അന്നേരത്തെ നമ്മളുടെ വിചാരം എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചുകുട്ടികളെയൊക്കെ എങ്ങനെയെങ്കിലും കൊണ്ട് എവിടെയെങ്കിലും ഒന്ന് സേഫ് ആയി നിൽക്കുക എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇട്ട ഉടുപ്പ്, നമ്മൾക്ക് ഒരെണ്ണം എക്സ്ട്രാ ഒരു സ്പെയർ എന്നൊരു ഉടുപ്പില്ല. അതന്നെ, ജീവനാണ് അന്നേരം പ്രധാനം കൊടുത്തത്. അതായത് നമ്മളുടെ ഒരു സ്പെയർ ചെയ്ത് ഇതൊന്നും മാറിയില്ല. ഒരു ദിവസത്തിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യം ഒക്കെ നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത് പോലെ അല്ലെ, ട്രാവൽ ചെയ്തതും വെളിയോട്ടും പോകാനോ ഓഫീസിലൊക്കെ പോകുമ്പോൾ അത് മാറുന്നു, വീണ്ടും വൈകുന്നേരം വരുമ്പോൾ വേറെ ഇടുന്നു. ഇത്രയും 3 ഡ്രസ്സ് മാറി കഴിയുമ്പോൾ നമ്മള് 3 ദിവസവും 4 ദിവസവും ഒക്കെ അതേ ഡ്രസ്സിൽ തന്നെ നിർത്തി വന്നു. കാരണം എന്താ പറയാ, അവർക്ക് ഇങ്ങനെയൊന്നും സ്പേസ് ടു ചേഞ്ച് ചെയ്യാൻ സ്പേസ് ഇല്ല എന്നുള്ളത് മാത്രമല്ല, കയ്യിലില്ല സ്പെയർ ആയിട്ട് പറഞ്ഞാൽ മാറിയില്ലായിരുന്നു. നനഞ്ഞ ഉടുപ്പിട്ടിട്ട് വെള്ളത്തിൽ ഇന്ത്യ ആണല്ലോ, എവിടെയെങ്കിലും പൊക്കത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മുടെ വീടുകളിൽ തന്നെ ഈ പക്സിയസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും മിക്കവാറും എല്ലാവരും അവിടെ ഇരിക്കാൻ നോക്കിയില്ല. കാരണം അധികം ആളുകൾക്ക് ഇപ്പൊ ഡബിൾ സ്റ്റോറീഡ് ആയിട്ടുള്ള ബിൽഡിംഗ് അല്ലായെങ്കിൽ അടുത്ത പ്രദേശത്ത് വേറെ ആരും ഹെൽപ്പിനില്ല. ഇപ്പൊ സംതിങ് ഹാപ്പൻസ്, മുകളിൽ നമ്മൾ കുഴപ്പമില്ല, ഞങ്ങളുടെ വീട്ടിൽ 2 നിലയുണ്ട്, അവിടെ കയറി ഇരിക്കാം എന്ന് വിചാരിച്ചാൽ ആരും ഇരുന്നില്ല. എല്ലാവരും കൂടി ഒരു സ്ഥലത്തൊന്നും കൂടി. കാരണം എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു വയ്യായ കാലത്തിനെയും വന്നാൽ ഈ വെള്ളം ഇങ്ങനെ നിൽക്കാണല്ലോ, ഇത് ഇറങ്ങി പോകുന്നില്ല. പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മള് കപ്പലിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നത്. കാരണം പുറത്ത് ചുറ്റിനും വെള്ളം, ഇത് കപ്പലില്ലാതിരിക്കുകയാണോ എന്ന് തോന്നുന്ന രീതിയിലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ആരെങ്കിലും വിളിച്ചാൽ ഇപ്പോഴത്തെ എത്താറില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും വയ്യായ്ക വന്നാൽ, കൊച്ചുകുട്ടികളുണ്ട്, വയസ്സായവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്തു, എല്ലാവരും ഒരുമിച്ച് ഒരു പ്രത്യേക സ്ഥലത്ത്, സംടൈംസ് മേബി ഇൻ ദ സ്കൂൾ, നിയറസ്റ്റ് സ്കൂളിലായിരിക്കാം അങ്ങനെ എല്ലാവരും വന്ന് അഭയം തേടിയത്. അപ്പൊ അങ്ങനെയൊക്കെ നിന്നു എല്ലാവരും ഒരുമിച്ച്. അതിനുശേഷമാണ് പിന്നീട് ഓരോരുത്തരെ കുറച്ച് പേരെയായിട്ട് വലിയ ബോട്ട് മീൻസ് ബോട്ടൊന്നുമല്ല കേട്ടോ, ബോട്ടല്ല, ഇങ്ങനെ നമ്മള് എയർ പമ്പ് ചെയ്ത് വീർപ്പിച്ചെടുക്കുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ട്, ചെറിയ സാധനങ്ങൾ. അതില് പിന്നെ വഞ്ചി, വലിയ വള്ളങ്ങള്, മത്സ്യത്തിൽ ബന്ധനത്തിനൊക്കെ പോകുന്ന ആളുകളുടെ വള്ളം, വഞ്ചിയൊക്കെ കൊണ്ടുവന്നിട്ടൊക്കെ കുറച്ച് പേരെ വീതം 10,000 പേര് കയറിയിരിക്കുന്ന സ്കൂളുകളിൽ നിന്ന് ഇത് പതുക്കെ ഇങ്ങനെ കുറച്ച് പേരെയൊക്കെ ഷിഫ്റ്റ് ചെയ്ത് വെള്ളം ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുവന്നാക്കി. അത്രയും ദിവസം നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. മെന്റലിയും ഫിസിക്കലിയും ഒത്തിരി സ്ട്രഗിൾ ഒക്കെ ആളുകൾ അനുഭവിച്ചിട്ടുണ്ട് അല്ലെ. ഇച്ചിരി പൊക്കത്തിലൊക്കെ കയറാൻ മടിച്ചിരുന്ന നമ്മളെ, ഇച്ചിരി പൊക്കത്തില് ചിലർക്കൊക്കെ ഹൈറ്റിനെ ഭയങ്കര പേടിയായിരിക്കും. ഹൈറ്റൊക്കെ കാണുമ്പോ ഞാൻ കയറില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുന്ന മാറി നിന്നിരുന്ന ആളുകളൊക്കെ എത്ര ഹൈറ്റിൽ കയറിയിട്ടാണെന്നറിയോ എത്രയും താഴെയുള്ള ഈ വഞ്ചിയിലേക്കും വള്ളത്തിലേക്കൊക്കെ ഇറങ്ങേണ്ടി വന്നത്. എന്താ പറയാ, നമ്മുടെ സൺഷെയ്ഡിന്റെ 2nd ഫ്ലോറിന്റെ സൺഷെയ്ഡിന്റെ അവിടേക്കൊക്കെ അതൊക്കെ ഇറങ്ങി വന്നതെന്ന് നമുക്കറിയില്ല. അപ്പൊ അത്തരം കാര്യങ്ങളില് പിന്നെ വയ്യാണ്ടിരിക്കുന്ന കുട്ടികളെ ഇതിന്റെ മുകളിലേക്ക് താഴേക്ക് ഇറക്കി വഞ്ചിയിലേക്ക് കൊണ്ടുവരാനൊക്കെ അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് കണ്ടതാണ്. അതൊക്കെ നമ്മൾ ആ സമയത്ത് വിചാരിക്കും ഇതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നു, ഒരിക്കലും ജീവിതത്തിൽ വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല, ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടി വന്നു. അപ്പൊ നമുക്ക് അവൈലബിൾ ആകുന്ന റിസോഴ്സസ് അത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ആണ്. നമ്മുടെ നാട്ടില് അങ്ങനെ ഒരു ഫ്ലഡ് ഉണ്ടായപ്പോ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് നിയറസ്റ്റ് പ്ലേസ്, നമ്മുടെ തന്നെ തൊട്ടടുത്തുള്ള എന്താ പറയാ അടുത്തടുത്ത ഗ്രാമങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പേര് വിത്ത് ഹെൽപ്പ്, അവരുടെ ഫിസിക്കൽ ഹെൽപ്പ് മാത്രമല്ല വിത്ത് ഫുഡ്, അവര് പല രീതിയിലും ഫുഡുകള് പല കടകളിൽ നിന്നൊക്കെ തുറന്നിട്ട് കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കൂടെയൊക്കെ, അപ്പൊ അവർക്ക് കഴിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ പാക്ഡ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്ന്
ഇഷ്ടം പോലെ ആളുകളെ സഹായിച്ചു. ഇപ്പൊ ഒരു ലൊക്കാലിറ്റിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിസാസ്റ്റർ ഒക്കെ ചെയ്താൽ അവിടുത്തെ റിസോഴ്സസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് തന്നെയാണ്. എന്ന് വെച്ചാൽ അവിടെ എന്ത് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ്, അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മളൊക്കെ വെൽ എക്വിപ്ഡ് ആയിരിക്കണം ഏത് രീതിയിലുള്ള ഡിസാസ്റ്ററിനെ ഫേസ് ചെയ്യാൻ. അതിന് ഒരു പര്യാപ്തത, സ്വയം പര്യാപ്തത ഇന്നത്തെ കാലത്ത് എല്ലാ നാടും ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ നമ്മളൊന്ന് ആദ്യത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തെടുക്കാം. ഡിസാസ്റ്റർ ഈസ് എ സീരിയസ് പ്രോബ്ലം occurring over a short or long period of time that causes widespread human, material, economic or environmental loss which exceeds the ability of the affected community or society to cope up using its own resources. അതിന്റെ സ്വന്തം വിഭവങ്ങൾ ഉപയോഗിച്ച് ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി അവരെ അഫക്ട് ചെയ്യുന്ന ഏതെങ്കിലും രീതിയിലുള്ള എന്താ പറയാ ഡിസാസ്റ്റർ, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അത് കൊണ്ടുവരുന്ന നഷ്ടങ്ങള്, ഇക്കണോമിക്, എൻവയോൺമെന്റൽ, ഹ്യൂമൻ മെറ്റീരിയൽ നഷ്ടങ്ങളെയൊക്കെ എന്ത് ചെയ്യണം, ഫേസ് ചെയ്യാനായിട്ടുള്ള റിസോഴ്സസ് ഉണ്ടാകണം എന്നുള്ളതൊക്കെ നമ്മളുടെ ഏത് നാടും അല്ലെങ്കിൽ ഏത് ഡിസാസ്റ്റർ ടൈപ്പും ഫേസ് ചെയ്യുന്ന ഒരു സീരിയസ് പ്രോബ്ലം ആണെന്നാണ് ഫസ്റ്റ് സെന്റൻസ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, യെസ്. അടുത്തത് WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡിഫൈൻസ് ഡിസാസ്റ്റർ. ഡിസാസ്റ്ററിന് ഒരു വ്യക്തമായ ഒരു ഡെഫിനിഷൻ നമ്മുടെ WHO പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. ഡെഫിനിഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത് തന്നെ വായിക്കാം. ഡിസാസ്റ്റർ ആസ് എനി occurrence that causes damage, economic disruption, loss of human life and deterioration of health and health services on a scale sufficient to warrant an extraordinary response from outside the affected community or area. ഏതെങ്കിലും ഒരു പ്രദേശത്ത് നമ്മുടെ ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ ഡിസാസ്റ്ററിൽ നിന്ന് ഡിസാസ്റ്ററുമായിട്ട് അഫക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി, അതിന് മറ്റ് പുറത്തു നിന്ന് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ ലഭ്യമാകുന്നത്, ഹെൽത്ത് സർവീസസ് ആകാം ഒക്കെ കിട്ടുന്നത്. കാരണം അവിടെ ഒത്തിരി ഡാമേജസ്, ഒത്തിരി നഷ്ടങ്ങൾ, ഇക്കണോമിക് ആയിട്ടുള്ള ഡിസ്ട്രപ്ഷൻ, സമ്പദ് വ്യവസ്ഥയുടെ എന്താ പറയാ തകർച്ച, പിന്നെ ഹ്യൂമൻ ലൈഫിൽ ഉണ്ടാകുന്ന നഷ്ടം, അതുപോലെ തന്നെ ഹെൽത്തിനുണ്ടാകുന്ന പ്രോബ്ലംസ്, ഇങ്ങനെയുള്ളതൊക്കെ എന്തൊക്കെയാണോ എഫക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണോ അതിന് കാരണമാകുന്നത് അതിനെയാണ് നമ്മൾ ഡിസാസ്റ്റർ ദുരന്തം വിളിക്കുന്നത്. അതിനെയാണ് ഒരു കമ്മ്യൂണിറ്റിക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്തിന് അതിന്റെ ആരോഗ്യത്തിന്, അവിടെയുള്ള മനുഷ്യന്മാരുടെ ആരോഗ്യത്തിന്, അവരുടെ രാജ്യത്തിന്റെ അവരുടെ പ്രദേശത്തിന്റെ എന്താ പറയാ ഏതെങ്കിലും രീതിയിലുള്ള നഷ്ടത്തിന്, അതുപോലെ തന്നെ മറ്റ് തടസ്സങ്ങൾ, സാമ്പത്തികപരമായിട്ടുള്ള തടസ്സങ്ങള് ഒക്കെ ഇതിനെയൊക്കെ അഫക്ട് ചെയ്യുന്ന ഏതെങ്കിലും രീതിയിൽ മറ്റ് പുറത്തുള്ള ഏതെങ്കിലും സഹായമൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ, നമുക്ക് അതിനുള്ള അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് മറ്റുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കിട്ടുമ്പോൾ, അങ്ങനെ ആ ഒരു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉള്ള എന്താ പറയാ അതിനെയൊക്കെ അഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക ഒരു ഒക്കറൻസ്, ഒരു സംഭവ വികാസം, അതിനെയാണ് ഡിസാസ്റ്റർ എന്നാണ് WHO പറയുന്നത് കേട്ടോ. WHOന്റെ ആ ഡെഫിനിഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് അണ്ടർലൈൻ ചെയ്തിരിക്കുക. അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ, ഇനി ക്യാൻ ബി പ്രിവെന്റ് ഡിസാസ്റ്റേഴ്സ്. നമുക്ക് ഡിസാസ്റ്ററിനെ തടയാൻ പറ്റുമോ? ഡിസാസ്റ്റേഴ്സിനെ തടയാൻ പറ്റുമോ? ഡിസാസ്റ്റേഴ്സിനെ തടയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ പ്രൈമറി കേസ്, അതായത് പ്രാഥമികമായിട്ടുള്ള ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാ ഡിസാസ്റ്റേഴ്സ് വിച്ച് ഈസ് നോട്ട് പ്രിവെന്റ് ചെയ്യാൻ പറ്റാത്തതാണ്. പ്രൈമറി കേസസ് നോക്കുകയാണെങ്കിൽ, ഒരു പ്രാഥമികമായിട്ടുള്ള രീതിയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ പറയാം നമുക്ക് ഡിസാസ്റ്റർ പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ഒരു സെക്കൻഡറി രീതിയിൽ നമ്മളത് ചിന്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കാര്യമാണെങ്കിൽ, ഈ പറയുന്ന ഡിസാസ്റ്റേഴ്സിന്റെ ആ ഒക്കറൻസിന്റെ ആ ഒരു ഇതില്ലേ, ആ ഒരു സീരിയസ്നെസ്, ഗാഢത, അതിന്റെ ആ ഒരു ഗൗരവം ക്യാൻ ബി അമെൻഡഡ് അല്ലെങ്കിൽ ക്യാൻ ബി അറ്റ്ലീസ്റ്റ് മിറ്റിഗേറ്റഡ്. മിറ്റിഗേറ്റ് ചെയ്യാന്ന് പറയുന്നത് കുറയ്ക്കുക, അതിന്റെ ഒരു തീവ്രതയെ അല്ലെങ്കിൽ ആ ഗൗരവത്തെ കൊണ്ട് വേണമെങ്കിൽ നമുക്ക് കുറയ്ക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. അതാണ് പ്രത്യേകത. ഡിസാസ്റ്റർ കഴിയും. ഇപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള പെട്ടെന്ന് എന്തെങ്കിലും രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെടുക, പടർന്ന് പന്തലിക്കുക, അത് നമുക്ക് തടഞ്ഞെടുക്കാൻ പറ്റില്ല.
അത് പൊട്ടിപ്പുറപ്പെടും. പക്ഷേ അതിനെ നമുക്ക് എങ്ങനെ ഇഫക്റ്റീവ് ആകുന്ന രീതിയിൽ വളരെ എന്താ പറയാ നല്ല രീതിയിൽ കാര്യക്ഷമമായ രീതിയിൽ നമുക്ക് അതിനെ വലിയ രീതിയിലാകാതെ ചെറുതാക്കി കുറയ്ക്കാനായിട്ട് പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ലൈക്ക് കൊറോണ വന്നു കഴിഞ്ഞു അല്ലെ, ആദ്യമൊക്കെ 1-2 ആളുകളിലൊക്കെ മാത്രമേ സ്ഥിരീകരിച്ചുള്ളൂ എന്ന് പറഞ്ഞു അല്ലെ, പിന്നീട് അത് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. സ്പ്രെഡ് ചെയ്യാന്ന് പറഞ്ഞത് മൾട്ടിപ്പിൾ ആണ് ചെയ്തത്, എന്താ പറയാ പെരുകുകയാണ് ചെയ്തത്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക്, ഒരാളിൽ നിന്ന് 2-ലേക്ക്, 2-ൽ നിന്ന് 4-ലേക്ക്, 4-ൽ നിന്ന് 8-ലേക്ക്, അങ്ങനെയാണ് അത് പെരുകാൻ തുടങ്ങിയത്. അപ്പൊ നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യാൻ, രോഗം മുഴുവൻ അങ്ങോട്ട് കഴിക്കാതിരിക്കാൻ വേണ്ടി കുറെ പ്രിവെന്റബിൾ മെഷേഴ്സ് നമ്മൾ എടുത്തു. നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞതുപോലെ ഫോളോ ചെയ്തു. മാസ്ക് ധരിച്ചു, ഹാൻഡ് വാഷ് ഒക്കെ കൃത്യമായി ചെയ്തു അല്ലെ. വീടിന് പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്ത് പോകാൻ പാടില്ല എന്ന് തന്നെയായിരുന്നു. പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ കൈയും കാലൊക്കെ നന്നായിട്ട് സൂപ്പിട്ട് കഴിയുന്നതിന് ശേഷം മാത്രം അകത്തോട്ട് കയറുക അല്ലെ. അങ്ങനെയൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആ ഗൈഡ് ലൈൻസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യും. അപ്പൊ കണ്ടോ, അപ്പൊ അതിന്റെ ആ ഒരു ഇതിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റി. അല്ലെങ്കിൽ എന്തുണ്ടാകുക, ഒക്കെ കൂടി കൂട്ടത്തോടെ അവിടെ ഇവിടെയൊക്കെ എല്ലാം ശ്രദ്ധിക്കാതെ ഈ പറയുന്ന എന്താ പ്രിവെന്റീവ് മെഷേഴ്സ് ഒന്നും ആർക്കും കൊടുത്തില്ല, ഗൈഡ് ലൈനുകളൊന്നും കൊടുത്തില്ല. ആളുകൾ തോന്നിപ്പോലെയൊക്കെ നടന്നിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ ആളുകൾ മരണപ്പെട്ടേനെ അല്ലെ. ഈ പ്രദേശം തന്നെ ചിലപ്പോ ഇല്ലാതായി പോയേനെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രിവെന്റബിൾ അല്ല എങ്കിലും അതിന്റെ പല കാര്യങ്ങളെയും നമുക്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റുന്ന സാധ്യതയുണ്ട് ഡിസാസ്റ്റേഴ്സിനെ. കാരണം അങ്ങനെയാണ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത് വലിയൊരു അപകടമാണ്, വലിയൊരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ്. എർത്ത് കേക്ക്, ഹെവി റെയിൻഫോൾ, ഭയങ്കരമായ ശക്തിയായ മഴ, ദിവസത്തില് ഒരു തോർച്ച പോലും ഇല്ലാതെ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുക, ഒക്കെ വെള്ളപ്പൊക്കം കൂടാൻ സാധ്യതകൾ കൂടുതലാണ്. ഹരിക്കെയിൻ, നമ്മുടെ ചുഴലിക്കാറ്റ്, കെമിക്കൽ ആക്സിഡന്റ്, എന്തെങ്കിലും തരത്തിലുള്ള രാസപദാർത്ഥങ്ങള് എന്താ പറയാ പെട്ടെന്ന് സ്പില്ലായിട്ട് വരുന്ന വലിയ അപകടങ്ങള്, ഏതെങ്കിലും ഗ്യാസ് ഒക്കെ ലീക്ക് ആകുക, വലിയ ഫാക്ടറീസിലൊക്കെ വലിയ കെമിക്കൽ ഗ്യാസുകളൊക്കെ ലീക്ക് ആവുമ്പോൾ വലിയ അപകടങ്ങളൊക്കെ വരും ഇല്ലേ. അതന്നെ പിന്നെ ഫയർ, അതന്നെ പിന്നെ ഡ്രോട്ട്, വരൾച്ച എന്ന് വെച്ചാൽ തിന്നാനും കുടിക്കാനൊന്നും മനുഷ്യന്മാർക്കൊന്നും കിട്ടാത്ത അവസ്ഥ. പിന്നെ ആംഡ് കോൺഫ്ലിക്റ്റ്, അതായത് നമ്മുടെ യുദ്ധം പോലെയുള്ള കെടുതികൾ, ഇതൊക്കെ തന്നെ എന്താണ് ഡിസാസ്റ്റേഴ്സിന്റെ എക്സാമ്പിൾസ് ആണ്. ഇതൊക്കെ ഉണ്ടാകുമ്പോഴും ഇതിനെയൊക്കെ മിറ്റിഗേറ്റ് ചെയ്യാൻ എന്ന് വെച്ചാൽ പരമാവധി അതിന്റെയൊക്കെ ഘാടനയെ തീവ്രതയൊക്കെ ലഘൂകരിക്കാനായിട്ട് നമുക്ക് പറ്റണം. അപ്പൊ അതാണ് കാരണം. ഇപ്പൊ എർത്ത് ക്വേക്ക്, അതുപോലെ തന്നെ എന്താ പറയാ നമ്മളുടെ ചുഴലിക്കാറ്റ്, ഹരിക്കെയിൻ, അതുപോലെ ലാൻഡ് സ്ലൈഡ്, ഇതൊക്കെ ഉണ്ടായാൽ എന്താ സംഭവിക്കാന്നറിയോ, ഇത് കോസസ് ഇഞ്ചുറീസ് ഓർ ലോസ് ഓഫ് ഹ്യൂമൻ. ഒരു കൂടുതൽ ആളുകൾ മരണപ്പെടാം, ആളുകളുടെ ജീവന് അപകടങ്ങള് അല്ലെങ്കിൽ ഇഞ്ചുറീസ്, പലതരത്തിലുള്ള മുറിവുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള കുറച്ച് ഇതാണ്. ഫ്ലഡ് ഒന്നും അത്രയധികം ആളുകൾക്ക് എന്താ പറയാ ഇതുപോലെയുള്ള മരണത്തിലേക്കൊന്നും പോകുന്ന സിറ്റുവേഷൻസ് വളരെ കുറവായിരിക്കും ഫ്ലഡൊക്കെ വന്നു കഴിഞ്ഞാൽ. അതേസമയം ഈ എർത്ത് ഒരുപാട് ജീവൻ അപകടം ഉണ്ടാകുന്ന സാധ്യതകളാണ്. മനസ്സിലായോ? അപ്പൊ അതിന്റെ ഓരോ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ. ഡിസാസ്റ്ററിന്റെ ടൈപ്പ് അനുസരിച്ചിട്ട് അത് വ്യതിയാനം സംഭവിക്കും, വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ഓക്കെ, സോ whatever it may be, ഈ പറയുന്ന കാര്യങ്ങൾ എത്രയൊക്കെ തന്നെയാണെങ്കിലും ഉണ്ടല്ലോ, ഏറ്റവും വലുത് എന്താണെന്നറിയോ, ഹ്യൂമൻ കൈൻഡ് ടോയിലാണ്. എന്ന് വെച്ചാൽ മനുഷ്യന്മാരുടെ ഒരു ഹാർഡ് ടൈംസ് ആണ്. മനുഷ്യന്മാർ ഒത്തിരി അധ്വാനിക്കേണ്ടി വരും. ചില എന്താ പറയാ ഡിസാസ്റ്ററിന്റെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആളുകളുടെ അധ്വാനം എന്താ പറയാ ഭയങ്കര കൂടുതലായിരിക്കും. ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരും അവർക്ക്. കാരണം എന്താ പറയാ ചില ആൾക്കാർ ഇപ്പൊ ഫ്ലഡിങ്ങിന്റെ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ പോയി, അതൊക്കെ കഴിഞ്ഞ് ഫ്ലഡ് വെള്ളമൊക്കെ ഇറങ്ങി, പിന്നെ വെള്ളമൊക്കെ ഇറങ്ങി പോയി കഴിഞ്ഞിട്ടേ നമ്മള് ഒരു 3-5 ദിവസമൊക്കെ, ഒരാഴ്ച ഏകദേശം പോയിട്ടൊക്കെ വലിയോടത്തൊക്കെ നിന്നിട്ടൊക്കെയാണ് നമ്മൾ വന്നത്. പിന്നെ അങ്ങനെ വന്നു കഴിയുമ്പോ നമ്മൾ ഇവിടെ തന്നെയാണോ ഈ കടല് പോലെ വെള്ളം പൊങ്ങി കിടന്നിരുന്ന സ്ഥലം, ഇത് അത് തന്നെയാണോ എന്ന് തോന്നുന്നു. ആദ്യം എന്താ പറയാ ഈ വെള്ളം പൊങ്ങിയ സ്ഥലത്ത് നമ്മൾ വീടും ഒക്കെ ഉപേക്ഷിച്ചിട്ടൊക്കെ അങ്ങോട്ട് പോയി, ഇട്ട ഉടുപ്പായ പോയിട്ടേ അത് കഴിഞ്ഞ് പിന്നെ ആദ്യം വന്നതാരെന്നറിയോ, നമ്മുടെ വീടുകളിലെ ആണുങ്ങളാണ് ആദ്യം വന്നത്. കാരണം അവരുടെ സ്ഥിതിയൊക്കെ ഒന്ന് അന്വേഷിക്കാൻ. ആ സ്ഥിതിയിൽ പെണ്ണുങ്ങളെ കൊണ്ടിട്ട് കാര്യമെന്നറിയാം. കാരണം പെണ്ണുങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ എന്താ പറയാ ഇമോഷൻസ് ആണ് അല്ലെ. നമ്മുടെ സാധനങ്ങളൊക്കെ നശിഞ്ഞു കിടക്കുന്നതും എല്ലാം ചെളിയും മഴുക്കും ഒക്കെ പിടിച്ച് കിടക്കുന്നതും ഒക്കെ കാണുമ്പോൾ പെണ്ണുങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു പറയുന്നില്ല. അതുകൊണ്ട് ആണുങ്ങളാണ് ആദ്യം കുറച്ച് ആണുങ്ങളൊക്കെ ചേർന്ന് അടുത്തടുത്ത പ്രദേശങ്ങളുടെ വീടുകളൊക്കെ കുറച്ച് മാത്രം ചെയ്ത് പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് പെണ്ണുങ്ങളെയൊക്കെ കൊണ്ടുവന്നത് വീടുകളിലേക്ക്. അപ്പോ നമ്മള് ഒത്തിരി മടുക്കും, പണിയെടുത്ത് ചാകും എന്ന് തന്നെ പറയാം. അപ്പൊ ഹ്യൂമൻ കൈൻഡിന് ഭയങ്കര ടോയിലിംഗ് ആണ്. മീൻസ് അവരുടെ ഹാർഡ്ഷിപ്സ് ആണ്, ഹാർഡ് ഡേയ്സ് എന്ന് പറയും. കുറച്ച് 1 മാസത്തോളമൊക്കെ നല്ല പണിയായിരുന്നു അല്ലെ. ചിക്കകൾ വൃത്തിയാക്കി എടുക്കണം, പാത്രങ്ങള് മറ്റു കാര്യങ്ങൾ, നമ്മുടെ വീടൊക്കെ അടുത്ത നോക്കിച്ചില്ലേ
അടുത്തൊക്കെ പിടിച്ചിട്ട് അതൊക്കെ ഉലച്ച് തേച്ച് കഴുകി പിന്നീട് പെയിന്റിങ്ങും മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒത്തിരി കഷ്ടമാണ്, കഷ്ടപ്പാട്. പിന്നെ ഈ കൃഷിയൊക്കെ ഉണ്ടായിരുന്നുണ്ട്, കൃഷി മൊത്തം നശിച്ചു, അതും ഒക്കെ ആകെ. അത് പിന്നെ മാത്രമല്ല നമ്മളൊക്കെ റെഫ്യൂജീസ് ആയി മാറിയിരുന്നു കുറച്ച് നാളത്തേക്ക്. റെഫ്യൂജി എന്ന് പറഞ്ഞാൽ ആരാ? റെഫ്യൂജി ആരാ? എന്താ പറയാ മലയാളത്തില്? കുടിയേറ്റക്കാർ അല്ലെ? അതന്നെ. ലോകത്തൊക്കെ പോയി നിന്ന് അതൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഇതൊക്കെ, അപ്പൊ ഇതിന്റെ ആഫ്റ്റർ എഫക്ട് ഇതാണ് ഇത്തരം ഡിസാസ്റ്റേഴ്സിന്റെ ഒക്കെ. ചില ഡിസാസ്റ്റേഴ്സ് അങ്ങനെയാണ്, ചില ഡിസാസ്റ്റേഴ്സ് കൂടുതൽ മനുഷ്യന്മാരുടെ ജീവന് നഷ്ടം, അപകടം സംഭവിക്കുന്ന രീതിയിലൊക്കെയാണ്. സോ ഇറ്റ് ഡിപെൻഡ്സ് upon the type of disaster. അത് രീതിയിലിരിക്കും. അപ്പൊ ഈ ഡിസാസ്റ്റർ എന്താണെന്നൊക്കെയാണ് നമ്മൾ ഈ ഫസ്റ്റ് പേജിൽ പറയുന്നത് കേട്ടോ. അതിന്റെ ഉള്ളിലേക്ക് നമ്മള് ഒരു ഹോസ്പിറ്റൽസിന്റെ പങ്ക് എന്താണ്, എന്തിനാണ് നമ്മൾ ഇതൊക്കെ ഇവിടെ പറയണേന്ന് നിങ്ങൾക്ക് ചിന്ത വരും. തീർച്ചയായിട്ടും ഇവിടെ തന്നെയാണ് പറയേണ്ടത്. കാരണം ചില ഡിസാസ്റ്ററിൽ ഒക്കെ ഇപ്പൊ ഫ്ലഡൊക്കെ ഒന്നും വെള്ളമൊക്കെ ഇറങ്ങിപ്പോയി വലിയ രോഗങ്ങളൊന്നും അധികമൊന്നും വന്നില്ല. കാരണം ആളുകളുടെ വീടുകളിൽ പോയിട്ട് അവരവരുടെ ജോലി ചെയ്ത് കാര്യങ്ങൾ ചെയ്തു. അതേസമയം നമ്മുടെ കൊറോണ പോലെയുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും എർത്ത് ലാൻഡ് സ്ലൈഡ് ഇങ്ങനെയൊക്കെ ഉള്ള ആ സ്ഥലത്ത് ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞതിന്റെ ഫലമായിട്ട് ആളുകളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരും. അപ്പൊ ഹോസ്പിറ്റൽസിന് പങ്കില്ലേ? തീർച്ചയായിട്ടും അതാ. ഓക്കെ, ക്ലിയർ ആയോ ആ പാരഗ്രാഫ്? അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. The primary cases of disaster are not preventable. Secondary effects, however, are amenable to prevention or at least mitigation. കുറയ്ക്കുക എന്നാണ് കേട്ടോ. തടയാനും ചില സെക്കൻഡറി കേസസ് ഒക്കെ ആണെങ്കിൽ സെക്കൻഡറി ഇഫക്റ്റുകൾ നമുക്ക് കുറയ്ക്കാനും തടയാനും പറ്റും എന്നാണ്. ഇനി ഡിസാസ്റ്റേഴ്സിന്റെ ചില രൂപങ്ങളും കൂടെ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് അണ്ടർലൈൻ ചെയ്യാം. മൂന്നാമത്തെ സെന്റൻസും disaster have resulted from one or more primary causes such as earthquake, heavy rainfall, hurricane, chemical accident, drought or armed conflict. അടുത്ത സെന്റൻസ് അണ്ടർലൈൻ ചെയ്തത് the greatest toll on humankind is due to secondary effects such as flooding, fires, farming and multitude of refugees. അവിടെ വരെ അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, അല്ലേ എല്ലാവരും? യെസ്, അത്ര വരെയൊക്കെ നന്നായിട്ട് വായിച്ചൊക്കെ നോക്കിയിട്ട് വരാം കേട്ടോ. നമ്മളുടെ മറ്റേ ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ ഭാഗത്തിന്റെ ബാക്കി ഭാഗവും ഡിസാസ്റ്ററിന്റെ ഫ്രണ്ടിലെ ഭാഗവും കുറച്ചൊക്കെ ഒന്ന് ഒന്നുകൂടി വായിക്കുക. അപ്പൊ കൂടി വായിച്ചു കഴിയുമ്പോൾ തന്നെ എല്ലാം മനസ്സിലായി. പിന്നെ നമ്മൾ അധികം പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കും ഇങ്ങനെ മൾട്ടിറ്റ്യൂഡ് മീൻസ് ഇൻ ഗ്രേറ്റ് എമൗണ്ട്, എന്താ പറയാ, വലിയ തോതിൽ എന്ന് പറയില്ലേ, വലിയ തോതിൽ. അത് തന്നെ മനസ്സിലായോ? വൻതോതിൽ, അതന്നെ.